ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ദിവ്യാരോഗ്യത്തിലും ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ, രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ കൂടെ ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചനഭാഗം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇന്നലെ കേട്ട വചനഭാഗം എന്തിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? സങ്കീർത്തനം 5:7. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ നേരെ നിങ്കലുള്ള ഭക്തിയോട് ആരാധിക്കും. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു കർത്താവിന്റെ കൃപയാലാണ് നമ്മൾ ആരാധിക്കുന്നത്, കൃപയാലാണ് നമ്മൾ ആയിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ഇന്നലെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ പോകാം. യൂട്യൂബിൽ എന്നെ കാണുന്നവർ എന്നോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അവിടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് നേരെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. സൂം മീറ്റിംഗിലേക്ക് വരാനുള്ള ലിങ്കും മറ്റ് നമ്മുടെ പ്രാർത്ഥനകൾ ഏതൊക്കെയാണോ അതിൻ്റെ എന്തൊക്കെയാണോ ഡീറ്റെയിൽസുകൾ ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രയർ ഗ്രൂപ്പിലോട്ട് ചേരാൻ പറ്റും. പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് പ്രയർ ഗ്രൂപ്പിലേക്ക് ചേരാൻ പറ്റുന്നത്. ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അത്ഭുതകരമായ സാക്ഷ്യങ്ങളാൽ കർത്താവ് നിറയ്ക്കുന്നു. ഓരോ ദിവസവും നമുക്ക് ഇത്രയും ആളുകൾക്ക് കൂടി വരുവാൻ തന്നെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. നമുക്കറിയാം, ഒരാള് കൂടണമെങ്കിൽ നമുക്കറിയാം നമ്മളെല്ലാം തിരക്കുള്ളവർ, ആരും തിരക്കില്ലാത്തവരില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇപ്പൊ വീട്ടിലാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലെ ജോലിയിലും മറ്റു കുടുംബ വിഷയത്തിലും ഒക്കെ നമ്മളെല്ലാവരും ബിസിയാണ്. പക്ഷെ എല്ലാ ദിവസവും കർത്താവിന്റെ കൃപയാൽ ഇന്ന് കൂട്ടായ്മയെ ആചരിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. എല്ലാവരും കർത്താവിന്റെ കൃപയിൽ കൂട്ടായ്മയെ ആചരിക്കാൻ സന്തോഷമുള്ളവരാണോ? നിങ്ങൾക്ക് സന്തോഷമാണോ? ആമേൻ. തീർച്ചയായും തുടർമാനമായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ പോവാം. പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനകളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കർത്താവിലുള്ള സമാധാനത്തിൽ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് കൃപയാൽ നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ, സകല കാര്യത്തിലും ദൈവം നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് ഇന്നും പ്രാർത്ഥിക്കാം. ഇന്നും കർത്താവിന്റെ തിരുസന്നിധിയിൽ ബലത്തോടെ പോകാം. ഞാനൊരു സാക്ഷ്യം ഇന്ന് കേൾപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് സഹോദരി കഴിഞ്ഞ ദിവസം കേട്ടൊരു ദൈവിക ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതിനെ ഏറ്റെടുത്ത് അതിന്റെ ഒരു റിസൾട്ടാണ്. ഞാൻ ഇന്ന് കുറെ ആളുകളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് കാണാൻ ഇടയായി തീർന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ സഹോദരി ആലോചന ഏറ്റെടുത്ത സമയത്ത് അതിന്റെ റിസൾട്ടും കൂടെ ശരിക്കും പറഞ്ഞാൽ ഞാനത് എടുത്തു വെച്ചാണ്, പക്ഷെ എനിക്കത് കേൾപ്പിക്കാൻ പറ്റിയില്ല. എങ്കിലും അടുത്ത ദിവസങ്ങളിൽ നമുക്കത് കർത്താവിന്റെ കൃപയാൽ അത് കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം കേട്ട് കർത്താവിൽ ബലപ്പെട്ടു വരുന്നു. എനിക്കറിയാം ഓരോ ദിവസവും ദൈവം നമ്മുടെ നടുവിൽ വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ എന്ന് കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നുണ്ടല്ലേ. ഓരോ ദിവസവും ദൈവം ചെയ്യുന്ന അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ, കർത്താവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്ന തന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇന്നും നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് ശക്തനാണ്. ആ ദൈവത്തിന്റെ കരത്തിൽ നമ്മൾ സുരക്ഷിതരാണ്. നമ്മൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കാണുവാനും കേൾക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ സഹായിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവിലുള്ള ദൈവികമായിട്ടുള്ള എങ്ങനെയാണ് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ കർത്താവിന്റെ വചനത്തിലെ എപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എപ്പോഴും ഏറ്റുപറഞ്ഞൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാക്ഷിയാകണം. കർത്താവിന്റെ സാക്ഷിയാകുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, അല്ലെ? കർത്താവിന്റെ സാക്ഷിയാകണം. ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒരു സാക്ഷ്യം കേൾപ്പിക്കാം. ആ സാക്ഷ്യം ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ഞാൻ തുടക്കത്തിലൊന്ന് പ്ലേ ചെയ്യാം. അതൊന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുടക്കത്തിലെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്.
ജസ്റ്റ് ഞാൻ ഒന്ന് പ്ലേ ചെയ്യുവാണ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ഞാനത് നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. സഹോദരിക്ക് ദൈവം ചെയ്ത ഒരു സാക്ഷ്യമാണ്. ഞാൻ എന്തിനാണ് ഈ സാക്ഷ്യമൊക്കെ ഏൽപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആലോചന കേൾക്കുമ്പോൾ, പ്രവചനാലോചന കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, അതൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും മാറ്റങ്ങളെ പറ്റിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നേരത്തെ അയച്ചൊരു സാക്ഷ്യമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രയർ റിക്വസ്റ്റുകൾ ഇന്ന് രാവിലെ മുതൽ കുറെ നോക്കിക്കൊണ്ട് വരുന്ന വഴിക്ക് ഓരോ സാക്ഷ്യങ്ങളും കേട്ടു വന്നു. അപ്പൊ ചില സാക്ഷ്യങ്ങൾ നമുക്ക് പ്ലേ ചെയ്യാനുണ്ട്. അപ്പൊ ഇത് ഞാൻ കേൾക്കണം, എനിക്ക് തോന്നി. കാരണം ആ സാക്ഷ്യം നമുക്ക് ഒരു ബലം നൽകുന്നതാണ്. നിങ്ങളത് കേൾക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുക. ബ്രദറെ, ഞാൻ യൂട്യൂബിൽ ബ്രദറിൻ്റെ പ്രാർത്ഥന ടൈം പ്രയറിൽ ലൈവായിട്ടൊന്നും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇപ്പം കുറേ ഒരു 5-6 മാസത്തോളമായി ഇങ്ങനെ പ്രയർ കേൾക്കുമായിരുന്നു. ലൈവായിട്ടൊന്നും സംബന്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എനിക്ക്. എങ്കിലും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന കേൾക്കാറുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അത്ഭുതം നടന്നു. നട്ടെല്ലിന് അകൽച്ചയുള്ള ഒരാളാണ്. ഒരു മിനിറ്റ്, നമ്മൾ ഈ സാക്ഷ്യം കേട്ടതെന്ന് എനിക്ക് വന്ന വേറൊരു സാക്ഷ്യമാണ് ഞാൻ ശരിക്കും പറഞ്ഞ പ്ലേ ചെയ്തത്. ഇതിലും കുഴപ്പമില്ല. പ്രാർത്ഥിച്ച് രോഗമുള്ള സ്ഥാനത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടി. മറ്റേത് കിടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സൗഖ്യം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ഇതൊരിക്കൽ കേട്ട സാക്ഷ്യമാണ്. പക്ഷെ ഇപ്പം ഞാൻ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ച സാക്ഷ്യം അതല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് പ്ലേ ചെയ്തത് മാറിപ്പോയി. എങ്കിലും ഞാനത് ശരിക്കും പറഞ്ഞ് അപ്ലോഡ് ചെയ്ത് വെച്ചതാണിത്. പ്ലേ ചെയ്യാൻ പറ്റിയില്ല. ഇത് കേട്ട സാക്ഷ്യമാണ്. കർത്താവിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ആ ഒരു സാക്ഷ്യത്തിൻ്റെ ഞാനത് പറയാത്തതിൻ്റെ കാരണം വെച്ചാൽ, നമ്മളത് ഒരാൾ അനുഭവിച്ച ഒരാളത് പറയുമ്പോൾ അതിന് വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നത്, ആ സാക്ഷ്യങ്ങൾ കേൾപ്പിക്കുവാനും കേൾക്കാനും ഒക്കെ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം. എനിക്ക് തോന്നുന്നു ഈ ഒരു സാക്ഷ്യമാണെന്ന് തോന്നുന്നു. ഹലോ ബ്രദർ, പ്രൈസ് ദി ലോർഡ്. ബ്രദറെ, ഞാൻ ബ്രദറിൻ്റെ ഒരു മിനിറ്റ്, ഇപ്പം ഞാൻ ഈ രണ്ടാമത് പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. രണ്ടാമത് പ്ലേ ചെയ്തത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒന്നും കൂടെ ഞാൻ പ്ലേ ചെയ്യാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുവാണ്. പ്രയർ 2-3 ആഴ്ച കൊണ്ട് വാച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ പേര് ഓക്കെ, ഇനി മ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ മ്യൂട്ട് ചെയ്തു. നമ്മൾ ആദ്യം കേട്ടത് നേരത്തെ ഒരു രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യമായിരുന്നു. അത് വീണ്ടും എനിക്ക് വന്ന് ഇത് കിടന്നത് വീണ്ടും പ്ലേ ആയതാണ്. ഒരു സെക്കൻഡ്. ഞാൻ ഒരാഴ്ചയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം കേൾക്കാൻ പറ്റിയില്ല. അടുത്തത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കേട്ടപ്പോൾ മൊബൈൽ ഓണാക്കിയപ്പോൾ ആദ്യം എനിക്ക് കേൾക്കുന്നത്, ഒരു വർഷമായി ഒരു പേപ്പറിന്മേ താമസിക്കുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിന്മേലെ ദൈവം പ്രവർത്തിക്കുന്നു. അത് പോസ്റ്റ് ബോക്സിൽ വരുമെന്ന് ബ്രദർ പറഞ്ഞു. ഞാൻ ദൈവത്തോട് ദൈവമേ, അതെനിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. ദൈവം എൻ്റെ വിഷയമാണെന്നും പറഞ്ഞ് ഞാനത് ഏറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് ദൈവം അത് അത്ഭുതകരമായി എനിക്ക് വിടുവിച്ച് തന്നു. ഞാനതിൽ വിശ്വസിക്കുന്നു. ബ്രദർ അതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വിഷയമാണെന്നും പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അതുപോലെ എനിക്ക് 3-ാം തീയതി ആയപ്പോൾ അതിൻ്റെ ഒരു അപ്രൂവൽ ലെറ്റർ ആയെന്നും പറഞ്ഞിട്ട് പോസ്റ്റ് ബോക്സിൽ വരികയും എൻ്റെ അടുത്ത ദിവസം തന്നെ അത് ഗ്രീൻ കാർഡ് എനിക്ക് കിട്ടുകയും ചെയ്തു. എനിക്ക് വന്ന സാക്ഷ്യം എനിക്ക് വോയിസ് റെക്കോർഡായിട്ടൊരു സാക്ഷ്യമായിട്ട് സൗകര്യം അയച്ചതാണ്, കറക്റ്റായിട്ട് അയച്ചതല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആളുകൾ ചിലപ്പം ജോലി സ്ഥലത്തൊക്കെ വെച്ചായിരിക്കും ഇത് അയക്കുന്നത്. അപ്പം എനിക്ക് പിന്നീട് ഇത് എപ്പോഴാണ് റിപ്ലൈ വരുന്നത്, ഇപ്പം ഞാൻ കൊടുത്ത റിപ്ലൈ ഞാൻ പറഞ്ഞ ലേറ്റ് ആയിട്ടാണ് എനിക്ക് ഇത് ഞാൻ നോക്കുന്നത് ഈ സാക്ഷ്യം. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് അയക്കാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പിന്നെ ഓർത്ത് വേണ്ട, നിങ്ങൾ ഏത് അവസ്ഥയിലാണോ അത് ആ അവസ്ഥയിൽ തന്നെ ആ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ആലോചന കേട്ടപ്പോൾ ആദ്യം തന്നെ ഫോൺ ഓണാക്കി കേട്ടത് തന്നെ 1 വർഷമായിട്ട് പെൻഡിങ് ആയി കിടന്ന ആ ഒരു പേപ്പർ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. അത് കേട്ടത് കൊണ്ട് മാത്രമല്ല, സഹോദരി എന്ത് ചെയ്തു, അത് ഏറ്റെടുത്തു. എൻ്റെ കാര്യം തന്നെയാന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം കേൾപ്പിച്ചത്. അത് ഏറ്റെടുത്തു.
1 വർഷമായിട്ട് നടക്കാത്തൊരു കാര്യമായിരുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം തന്നെ അത് എന്ത് ചെയ്തു? അത് പോസ്റ്റിൽ വരുവാൻ ഇടയായി തീർന്നു. അപ്പൊ എന്ത് വിഷയമായിക്കോട്ടെ, ഏത് കാര്യമായിക്കോട്ടെ, നമ്മളൊരു ആലോചന കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് എന്നോടാണോ ബ്രദറെ, അത് എന്റെ കാര്യമാണോ ബ്രദറെ, ആലോചിച്ച് നിൽക്കാതെ നിങ്ങൾ ചാടി പിടിച്ചോണം. ആ സഹോദരി പറഞ്ഞു കേട്ടില്ല, അവിടെ സഹോദരിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല, ആ സഹോദരി എവിടെയാന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ 1 വർഷമായിട്ട് ബ്ലോക്ക്, അതെന്തുവാകാം, അത് ഏത് വിധമായിക്കോളാം. പക്ഷെ ആ സഹോദരി അത് ഏറ്റെടുത്തതിന് ശേഷം അതിന്റെ റിസൾട്ടും കാണാനിടയായി തീർന്നു. അപ്പൊ ഞാൻ പറയുന്ന ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനം നമ്മൾ ഏറ്റെടുക്കുന്നവരാകണം. അങ്ങനെയെങ്കിൽ അതിന്റെ റിസൾട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കേൾക്കുന്നവരാകരുത്, ഏറ്റെടുക്കുന്നവരാകണം. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വചന ചിന്ത മറ്റൊന്നുമല്ല, നമ്മൾ കൺഫസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് വചനം ഏറ്റു പറയാൻ പോകുന്നത്? ഞാൻ അതിനായിട്ടൊരു വാക്യം വേഗത്തിൽ തന്നെ എടുക്കാം. അതിനുശേഷം നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളെ, കർത്താവിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ നമുക്ക് ഇടയായിത്തീരും. ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് നമ്മളായിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്റെ പ്രവൃത്തി അയക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ വാക്യം കാണാൻ പറ്റുന്നുണ്ടല്ലോ. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലാണ്, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. 10-ാം വാക്യത്തിൽ പറയുന്നു, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുകയും ചെയ്യണം. റോമർ 10:9 റീത്ത സൗകര്യം അയച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ നമ്മൾ പലപ്പോഴും ഈ വചനം എടുത്തിട്ടുള്ളതാണ്. പലതവണ നമ്മൾ ഈ വചനത്തെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. കൺഫസ് ചെയ്യുക, ഏറ്റു പറയുക എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് പ്രൊക്ലെയിം എന്നൊരു വാക്കല്ല, കൺഫസ് എന്നൊരു വാക്കാണ്. അപ്പൊ ഈ വാക്കുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ പ്രധാനമായ ഒരു വ്യത്യാസമുണ്ട്. ഈ കൺഫസ് ചെയ്യുക എന്ന വാക്കിനെ നിങ്ങളൊന്ന് പഠിച്ചാൽ, ആ ഒരു ഇംഗ്ലീഷ് വേർഡിനെ നിങ്ങൾ പഠിച്ചാൽ മറ്റൊന്നുമല്ല, നമ്മളൊരു കാര്യം, നമുക്കറിയാം ഈ വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റെങ്ങുമല്ല, കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കോടതികളിലാണ്. കോടതികളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവിടെ കൺഫസ് ചെയ്യുക എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ എന്താണോ നടന്ന കാര്യം കൺഫസ് ചെയ്യുക. കൺഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടന്ന ഒരു സംഭവത്തെയോ അല്ലെങ്കിൽ നടന്ന ഒരു കാര്യത്തെയോ ഉള്ള ഒരു സത്യത്തെയോ നമ്മൾ അവിടെ എന്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നടന്ന ഒരു കാര്യത്തെയോ ഉള്ള ഒരു സത്യത്തെയോ ആ റിയാലിറ്റീനെ എടുത്തു പറയുക അല്ലെങ്കിൽ ഏറ്റു പറയുക എന്ന് കൊടുത്തേക്കുന്ന ഒരു പദമാണ് കൺഫസ് ചെയ്യുക എന്ന് പറയുന്നത്. ആമേൻ. ഇനി കൺഫസ് ചെയ്യുക എന്ന് പറയുന്ന വാക്കിന് മറ്റേതെങ്കിലും അർത്ഥം ഒറ്റ വാക്കി പറയാൻ ആർക്കെങ്കിലും അറിയാവോ? കൺഫസ് ചെയ്യുക എന്നുള്ളതിന് ഒറ്റ വാക്കി പറയാൻ വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ? ഒറ്റ വാക്കിൽ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യല്. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാനുണ്ടോ? റിയാലിറ്റി, ഉം കുറ്റസമ്മതം, കുറ്റസമ്മതം എന്നൊക്കെ വരും. കുമ്പസാരം, ഏറ്റു പറയുക. അപ്പൊ എല്ലാം നിങ്ങൾ തത്തുല്യമായി തന്നെ ഏകദേശം ഒരു ഉത്തരം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എന്താണോ നടന്ന സംഭവം, എന്താണോ റിയാലിറ്റി, ആ റിയാലിറ്റീനെ നമ്മൾ തുറന്നു പറയുന്നു. അല്ലെങ്കിൽ നടന്ന ഒരു സംഭവത്തെ വിളിച്ചു പറയുവാൻ, എടുത്തു പറയാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡായിട്ട് കൺഫസ് ചെയ്യുക എന്നതിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, പ്രൊക്ലെയിം ചെയ്യുക എന്നൊരു വാക്കുകൊണ്ട് കൺഫസ് ചെയ്യുക എന്നൊരു വാക്കുണ്ട്. അപ്പൊ ഈ കൺഫസ് ചെയ്യുക എന്നുള്ളത് ഇവിടെ പറയുകയാണ്, യേശുവിനെ വാഗൊണ്ട് ഏറ്റു പറയുക എന്ന് പറയുമ്പോൾ യേശുവിനെ വെറുതെ യേശു കർത്താവ് എന്ന് ഏറ്റു പറയുകയല്ല, അവിടെ കർത്താവായ യേശു എന്താണോ ചെയ്തത് അതും കൂടെ നമ്മൾ മനസ്സിലാക്കി ആ കാര്യത്തിന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നാം കൺഫസ് ചെയ്യുവാൻ. ഇവിടെ ശ്രദ്ധിച്ചോണം, യേശുവിനെ വാഗൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ ഒരു ചോദ്യം, എന്തിനാണ് യേശു മരിച്ചത്? അത് നമ്മൾ കണ്ടുപിടിക്കണം. യേശു മരിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണോ? അല്ല. യേശു മരിച്ചത് വേറെ എന്തെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു എന്താ പറയുന്നത് പെട്ടെന്നൊരു ഒരു മരണം നടന്നതാണോ? അല്ല. എന്തിനാണ് യേശു മരിച്ചത്? എപ്പോൾ യേശു മരിച്ചു? എന്തുകൊണ്ട് യേശു മരിച്ചു? വെറുതെ യേശു മരിച്ചെന്ന് പറയരുത്, വെറുതെ യേശു ഉയർത്തെന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മൾ അർത്ഥം, അതാണ് കൺഫസ് ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്താണോ റിയാലിറ്റി അത് തിരിച്ചറിഞ്ഞ് നാം ആ ബോധത്തിൽ നിന്നുകൊണ്ട് പറയണം. അതാണ് ഞാൻ പറഞ്ഞത്, കോടതികളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് ഈ വാക്കിനെ കൂടുതൽ കോടതിയിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ചുമ്മാ വന്ന് കോടതിയിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾക്കിപ്പം ഒരു എന്താ പറയുക, നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് പോലെയോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് പോലെയോ കവലയിൽ പോകുന്നത് പോലെയോ ബസ്സിൽ കയറുന്ന വർത്തമാനം പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോടതിയിൽ പോകാൻ പറ്റത്തില്ല. കോടതി നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു ബോധം വേണം. ഷൈലി സൗകര്യം വെച്ചിട്ടുണ്ട്, ബോധിപ്പിക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് അല്ലേ?
ഒരു ബോധം നമുക്ക് വേണ്ട. എന്താണ് നമുക്ക് കണ്ടത്, കേട്ടത്, അറിഞ്ഞത് എന്താണെന്നുള്ളൊരു ബോധം നമ്മുടെ തലയ്ക്കകത്ത് വേണം. ഇവിടെ യേശുവിനെ കർത്താവ് എന്നേറ്റു പറയുമ്പോൾ, യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് എന്ന് പറയുമ്പോൾ, ആ മരണം എന്താണെന്നും എന്തുകൊണ്ടാണെന്നും എനിക്കെന്താണ് പ്രയോജനം, ഞാനുമായിട്ട് എന്താണ് ബന്ധം, ഇതെല്ലാം തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ പറയാൻ. കൺഫസ് ചെയ്യുക. ഒരു വചനം നമുക്ക് ചുമ്മാ പറയാം. രാവിലെ എണീറ്റ് നിങ്ങൾക്ക് ചുമ്മാ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, യഹോവന്റെ ഇടയിൽ എനിക്ക് മുട്ടുണ്ടാകത്തില്ല, യഹോവന്റെ ഇടയിൽ. നിങ്ങൾക്ക് കുഞ്ഞു പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞു പിള്ളേർ വേണ്ട. ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ വളർത്തിയിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ തത്തേനെയും മൈനേനെയൊക്കെ ആൾക്കാർ വളർത്തും. നിങ്ങൾക്ക് അതിനോട് എന്ത് വേണേലും പറഞ്ഞ് പഠിപ്പിക്കാം. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പറയത്തില്ല തത്ത പറയുന്നത് പോലെയൊക്കെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുത്തത്, അതെന്താണ് അതിന്റെ അർത്ഥമെന്ന് ആ തത്തയോട് ചോദിച്ചാൽ പുള്ളിക്ക് അറിയത്തില്ല. നീ മൈനയോട് ചോദിക്കാം, മൈനെ ഞാൻ നിന്നോട് പറഞ്ഞു തന്നില്ലേ, അതെന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പുള്ളിക്ക് അറിയത്തില്ല. പക്ഷെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിന് പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഇനി ശ്രദ്ധിച്ചോണം, കൺഫസ് ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ആ തിരിച്ചറിഞ്ഞോടെ നിങ്ങളത് ഏറ്റു പറയണം. റിയാലിറ്റി, നടന്ന കാര്യത്തെയോ സംഭവിക്കേണ്ട ഒരു സത്യത്തെയോ തിരിച്ചറിഞ്ഞ് പറയണം. ഇനി അത് നമ്മൾ ഇന്ന് അധികം ഒന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ കൺഫസ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം നമ്മൾ ഇനി അതിനു വേണ്ടി മാറ്റി വെക്കുവാണ്. അല്പം നേരെ എന്ന് ഞാൻ വചനം പറയുന്നുള്ളൂ. നമ്മൾ കൺഫസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി യേശുവിന്റെ മരണത്തെ നാം കൺഫസ് ചെയ്യുന്നു. യേശു മരിച്ചത് എൻ്റെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിലാണ്. അപ്പം പാപം എന്നുള്ളത് രണ്ട് വാക്കിൽ ഒതുക്കേണ്ട ഒരു വസ്തുവല്ല. പാപം എന്നുള്ളത് ഒരു വിത്താണ്. ഈ വിത്തിന്റെ അകത്തുനിന്ന് മുള പൊട്ടി പുറത്തു വന്ന ഒത്തിരി ഫലങ്ങളുണ്ട്. ശാപം, രോഗം, കഷ്ടത, ദാരിദ്ര്യം, പരിഹാസം, നിന്ദ, ലജ്ജ, എല്ലാം ഇതിന്റെ ഫലങ്ങളാണ്. നമ്മൾ ഒരിക്കലും അത് പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ അതുണ്ട്. അപ്പൊ ഏറ്റു പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. നമ്മൾ പലപ്പോഴും പറയാറില്ല യേശുവിന്റെ തിരുമുറിവിനാൽ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അത്ഭുതകരമായ സാക്ഷ്യം കേട്ടു അല്ലെ, വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ വിട്ടുമാറുന്നു. യേശുവിനെ ഇന്ന് ഞാൻ പറയാം, കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ബോധം അവിടെ ആക്റ്റീവ് ആകണം. അവിടെ എൻ്റെ ഡോക്ടർ അതിന്റെ KJV വേർഷൻ കൊടുത്തിട്ടുണ്ട്. കൺഫസ് ചെയ്യുക, കൺഫസ് വിത്ത് യുവർ മൗത്ത് ആൻഡ് ലോർഡ് ജീസസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ കൺഫസ് ചെയ്യുക. കർത്താവിന്റെ വചനത്തെ നാം കൺഫസ് ചെയ്യുമ്പോൾ ഈ തിരിച്ചറിവ്, നിങ്ങളുടെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു തത്തമ്മ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, ഒരു തത്ത പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ആവണം. ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞൊരു കോടതി ചെല്ലുമ്പോൾ നമുക്ക് വായി തോന്നുന്നു വിളിച്ചു പറയാൻ പറ്റാത്ത, നമ്മൾ എന്തു പറഞ്ഞാലും ഇത് റെക്കോർഡറാണ്, അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പറയുന്നതിന്റെ അകത്ത് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ പറയാം, കർത്താവ് യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ ചിന്തയിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ രോഗം മാറാൻ വേണ്ടി യേശു അടിക്കുള്ളുന്നത് കാണണം. മനസ്സിലാകുന്നുണ്ട്? അത് കണ്ടുകൊണ്ട് വേണം ഞാനത് വിളിച്ചു പറയാൻ. അത് കാണുമ്പോൾ എനിക്ക് എന്തുണ്ടാകുമെന്ന് അറിയാവോ? എൻ്റെ രോഗത്തിൽ എനിക്ക് തുടരുവാൻ ഇഷ്ടം തോന്നത്തില്ല, അല്ലെങ്കിൽ എൻ്റെ രോഗത്തിൽ എനിക്ക് ഇരിക്കുവാൻ ഇറിറ്റേഷൻ ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കിട്ടിയാ കിട്ടി എന്ന് പറയുന്ന പരിപാടിയല്ല വിശ്വാസ ജീവിതം. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ എനിക്ക് ഉണ്ടാകും എന്ന് പറയുന്നതാണ് വിശ്വാസ ജീവിതം. ആമേൻ. ഞാൻ നിങ്ങൾക്ക് കൺഫസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കി തരാം. മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. രാജാക്കന്മാരുടെ പുസ്തകം, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ താഴേക്കുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ആമേൻ. അവിടെ കർത്താവിന്റെ തിരുവചനം നാം വായിക്കുന്ന സമയത്ത് ഇവിടെ ഈ 41-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുകയാണ്. പിന്നെ ഏലിയാവ് ആഹോബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയൊരു മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം. സന്ദർഭം നിങ്ങൾക്കറിയാം, 3.5 വർഷമായിട്ട് ദേശത്ത് മഴ പെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ വചനമൊക്കെ ഇഷ്ടംപോലെ അറിയാം, പലതവണ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം. 3.5 വർഷമായിട്ട് മഴ പെയ്യുന്നില്ല. ഇനി അവിടെ മഴ പെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷെ മഴ പെയ്യുമെന്നുള്ളത് ഇനി അവിടെ ആർക്കും ഒരു വിശ്വാസമില്ല. ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മുടെ നാട്ടിൽ 3.5 വർഷം, നമുക്കിപ്പോൾ ഒരു 2 മാസം മഴ പെയ്തായിരുന്ന നമുക്ക് എന്നാ ടെൻഷനാ? 3.5 വർഷമായിട്ട് ദേശത്ത് മഴയില്ല. ഇനി മഴ വരുമെന്നുള്ള വിശ്വാസം ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ടെൻഷൻ ആയിരിക്കും. 3.5 വർഷം എന്നുള്ളത് ചില്ലറ കാലാവധിയാണോ? 3 മാസം നമുക്ക് സഹിച്ചിരിക്കാം അല്ലേ? നമ്മൾ പറയത്തില്ല 3 മാസം കാലാവസ്ഥയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, 4-ാം മാസം പെയ്യും. ഇവിടെ 3.5 വർഷമായിട്ട് മഴ പെയ്യുന്നില്ല. ദേശത്ത് ക്ഷാമമുണ്ടായി, വരൾച്ചയുണ്ടായി, വെള്ളം പറ്റി, വെള്ളമില്ലാത്തതുകൊണ്ട് ജനങ്ങൾക്ക് ആഹാരമില്ല, പാകം ചെയ്യാൻ കഴിയുന്നില്ല, വളരെ ബുദ്ധിമുട്ടില്ല, മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ
ഏലിയാവ് ആഹാബിനോട്, നീ ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയൊരു മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. എന്റെ കൂടെ എന്ന് പറഞ്ഞ്, വലിയൊരു മഴയുടെ മുഴക്കം ഉണ്ടെന്ന് പറ. വലിയൊരു മഴയുടെ മുഴക്കമുണ്ട്. വലിയൊരു മഴയുടെ മുഴക്കമുണ്ട്. ആമേൻ. വലിയൊരു മഴയുടെ മുഴക്കം. എനിക്കിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്ന എന്ന് പറയുന്ന ഒരു മകളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നതായിട്ട് കർത്താവിനോട് പറയാം. സ്വപ്ന എന്നാണ് ആ ഒരു മകളുടെ പേര്. കർത്താവിനോട് പറയുന്ന മകളെ കർത്താവ് സ്പർശിക്കുന്ന കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്, സ്വപ്നയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ വലിയൊരു കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്തോണം. കർത്താവ് ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു പ്രവൃത്തി അയക്കാൻ വേണ്ടി പോവാണ്. സ്വപ്നയുടെ കുടുംബത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. പരിശുദ്ധാത്മാവ് ആ കുടുംബത്തെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചോണം, വലിയൊരു മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിൽ പറയുന്നു, 42-ാം വാക്യത്തിൽ, ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മലയിൽ കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലിന്റെ നടുവിൽ വെച്ച് തന്റെ ബാലിക്കാണ്. അതായത് പ്രാർത്ഥനാ രീതിയാണ്. നമ്മൾ ചിലപ്പോൾ മുട്ടയിരുന്നിട്ട് നമുക്ക് മുട്ടയിരുന്നുകൊണ്ട് നിങ്ങളുടെ തല കാലയിലോട്ട് നമ്മൾ കുനിഞ്ഞിരിക്കുക, കുമ്പിട്ടിരിക്കുക എന്നൊക്കെ പറയത്തില്ല. അങ്ങനെ ഒരു ശൈലി അവിടെ പറഞ്ഞിരിക്കുന്നത്. കാലിന്റെ ഇടയിലേക്ക് തന്റെ തല വെച്ചു എന്ന് പറഞ്ഞാൽ താൻ കുമ്പിട്ടിരിക്കുക. അത്രത്തോളം താൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. താൻ ഇത് പറഞ്ഞ ഉടനെ പ്രാർത്ഥിക്കാൻ കയറിപ്പോയി. താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്റെ ബാല്യക്കാരോട് പറഞ്ഞു, നീ ചെന്ന്, 43-ാം വാക്യം ശ്രദ്ധിച്ചോണം, നീ ചെന്ന് കടലിന്റെ നേരെ നോക്കുക എന്ന് പറഞ്ഞു. ഓർത്തോണം, 3.5 വർഷമായിട്ട് മഴയില്ല. നീ ചെന്ന് കടലിന്റെ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റു പറയണം, കൺഫസ് ചെയ്യുക. ഞാൻ പറഞ്ഞ കൺഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടന്ന ഒരു കാര്യത്തെ തുറന്നു പറയുന്നതാണ് കൺഫഷൻ. കോടതി ചെല്ലുമ്പോൾ കോടതിയിലെ ജഡ്ജ് പറയും, നീ എന്താ കണ്ടത് പറയാൻ പറയും. അതിന് പറയുന്ന ഒരു പദപ്രയോഗമാണ് കൺഫസ് ചെയ്യുക, ഏറ്റു പറയുക, തുറന്നു പറയുക, നടന്ന കാര്യത്തെ തുറക്കുക. ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയല്ല, ദൈവം എനിക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതിനെയാണ് ഞാൻ കൺഫസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം എനിക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതിന്, ഇന്ന് ആ സിസ്റ്റർ പറഞ്ഞ തുടക്കത്തിലെ സാക്ഷി ഞാൻ കേട്ടല്ലോ, 1 വർഷമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇടപെട്ട് 1 വർഷമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പേപ്പർ ലെറ്റർ ബോക്സിൽ, പോസ്റ്റ് ബോക്സിൽ സാക്ഷ്യമായിട്ട് ശ്രദ്ധിച്ചോണം, കൈകൊണ്ട് തരുവല്ല, ഒരാൾ കൊണ്ടുവന്ന് പോക്കറ്റ് ഇടുവല്ല, പോസ്റ്റ് വഴി വരാൻ പോവുക. ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം, ബ്രദറെ ലെറ്റർ വേണം, ചിലപ്പം അത് ഏതെങ്കിലും ഓഫീസിൽ ലെറ്റർ ആയിക്കോട്ടെ, അത് ചിലപ്പോൾ ഒരു സൈൻ ചെയ്ത് അവിടുത്തെ മാനേജർ കൊടുക്കുന്ന ആയിക്കൂടെ, ചിലപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് കൈക്കൊണ്ട് കൊടുക്കാൻ പോലെ, അങ്ങനെ എത്രയോ നമുക്ക് ലെറ്റർ കിട്ടാറുണ്ട് അല്ലേ? നിങ്ങളൊക്കെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ലെറ്റർ ചിലപ്പോൾ കൈ തരണം, പോസ്റ്റ് ഓഫീസിൽ ചെയ്യണമെന്നില്ല. പക്ഷെ ദൈവാത്മ എടുത്ത് 1 വർഷമായിട്ട് തടയപ്പെട്ട് കിടക്കുന്ന ഒരു പേപ്പർ പോസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ദിവസങ്ങളിൽ വരാൻ പോവാ. ആ സഹോദരർ ഏറ്റെടുത്തതിന്റെ 3-ാം പൊക്കം എന്ത് ചെയ്തു? നമ്മൾ കേട്ടതുപോലെ തന്നെ പോസ്റ്റിൽ 1 വർഷമായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തത് കിട്ടാൻ വേണ്ടി അത് അവിടെ വന്നു, ഏറ്റെടുത്തു. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ ഏലിയാവ് പറഞ്ഞു മഴ വരാൻ പോവാ, വലിയൊരു മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ഓർത്തോണം, നമുക്കറിയാം മഴ വരുന്നതിന് മുമ്പ് ഒരു മുഴക്കം ഉണ്ടാവും, എന്തു ആയിക്കോട്ടെ, ഒരു വലിയൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവും. പക്ഷെ ഇവരാരും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കാണുന്നില്ല. ഇവിടെ തന്റെ ബാല്യക്കാരനെ പറഞ്ഞുവിട്ട് പറയുകയാണ്, ആഹാവ് ഭക്ഷിക്കാൻ പോയതിന് ശേഷം താൻ എന്ത് ചെയ്തു? നീ ചെന്ന് കടലിന്റെ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കി, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെയും 7 പ്രാവശ്യം, ആമേൻ, പിന്നെയും 7 പ്രാവശ്യം ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മലയിൽ കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി ചെന്ന് നിലത്ത് കുനിഞ്ഞ് മുഖം മുഴങ്കാലിന്റെ നടുവിൽ വെച്ചുകൊണ്ട് ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന്റെ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം, നമ്മൾ ഏറ്റു പറയുമ്പോൾ എന്താണ് ഞാനിത് ഈ വചനം എടുക്കാൻ കാരണം? നമ്മൾ കേട്ട കാര്യം, നിങ്ങൾ മനസ്സിലാക്കിയ വിശ്വാസവാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ ഒന്നും കാണുന്നില്ല എന്ന റിയാലിറ്റി പലപ്പോഴും നമ്മളെ സങ്കടപ്പെടുത്തും. പലരും പറയാറുണ്ട്, ബ്രദറെ ഞാൻ ഒന്നും കാണുന്നില്ല ബ്രദറെ, ഞാൻ ഏറ്റു പറയുന്നുണ്ട് ബ്രദറെ, ഞാൻ ഒത്തിരി പറയുന്നുണ്ട് ബ്രദറെ, ഞാൻ ഒത്തിരി വചനം പറയുന്നുണ്ട് ബ്രദറെ. എന്തുകൊണ്ടാണ് നമുക്ക് ഈ സങ്കടം വരുന്നറിയാവോ? ഈ സങ്കടം വരുന്നതിന്റെ കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കത്തില്ല എന്നൊരു ചിന്ത നമ്മളെ ഭരിക്കാൻ തുടങ്ങി.
ശ്രദ്ധിച്ചോണം, നടക്കത്തില്ല എന്നൊരു ചിന്ത. അവിടെയാണ് നിങ്ങൾ ഈ കൺഫസ് ചെയ്യുക, കൺഫെഷൻ എന്ന വാക്കിന്റെ അർത്ഥത്തിലേക്ക് ഞാൻ വരുന്നത്. കൺഫസ് ചെയ്യുക, നമ്മൾ ഈ ഏറ്റു പറയത്തില്ല, കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും എന്ന് പറയുന്നത് ഇത് കിട്ടാൻ വേണ്ടി പറയുവല്ല, സൗഖ്യം കിട്ടാൻ വേണ്ടി പറയുവല്ല. പകരം യേശു എന്റെ രോഗത്തെ വഹിച്ചു, അതിനു വേണ്ടിയുള്ള അടി യേശു കൊണ്ടു. അത് നടന്ന കാര്യത്തെ ഞാൻ എന്ത് ചെയ്യുകയാണ്? നടന്ന കാര്യത്തെ ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. മനസ്സിലായി? യേശു അടി കൊണ്ടത് എന്നാ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഏകദേശം ഒരു കണക്ക് പറയാൻ പറ്റുമോ? ഇന്നേക്ക് എത്ര വർഷം മുമ്പാ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? യേശു അടി കൊണ്ടത് എന്നാ? ഇന്നേക്ക് 2024 വർഷം പുറകോട്ടെടുത്താൽ യേശു ക്രിസ്തു അടി കൊണ്ടത് ഏകദേശം ചരിത്രം പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് രോഗം നിങ്ങൾക്ക് കണ്ടുപിടിച്ചത്, നിങ്ങൾക്ക് ആ രോഗം ടെസ്റ്റ് ചെയ്ത് അത് കണ്ടുപിടിച്ചത് ഏത് സമയത്ത്? 2001 2002 10 വർഷം മുമ്പായിരിക്കാം, ഇനിയിപ്പോ 100 വർഷം മുമ്പായിക്കോട്ടെ, എന്നാലും പിന്നെയും കിടക്കുക 2000 വർഷം. അത്ര ആയുസുള്ള ആരും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല. 150 വർഷം ആയുസുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 200 വർഷം ആയുസുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഈ രോഗം വന്നത് 100 വർഷം മുമ്പോ 50 വർഷം മുമ്പോ 20 ദിവസം മുമ്പോ 2000 ഏതെങ്കിലും ഒരു കാലഘട്ടത്തില. പക്ഷേ യേശു അടി കൊണ്ടത് ഇന്നേക്ക് 2000 വർഷം പുറകോട്ടാ. ഇനി അന്ന് നടന്ന സൗഖ്യത്തെ ഇന്ന് ഞാൻ കൺഫസ് ചെയ്യുമ്പോൾ, ഞാനത് സമ്മതിക്കുമ്പോൾ, മനസ്സിലായി, അതൊരു കുറ്റസമ്മതം പോലെ, അതാണ് ആ വാക്ക് കുറച്ചുകൂടെ നല്ലത്. ഞാനത് സമ്മതിക്കുന്നു, യേശു എനിക്ക് വേണ്ടി അടി കൊണ്ടു. ഇന്ന് ഞാൻ അതിനെ, അന്ന് നടന്ന സൗഖ്യത്തെ ഞാൻ വിളിച്ചു വരുത്തുകയാണ് എൻ്റെ ശരീരത്തിലോട്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഏലിയാവ് പറയുകയാണ്, ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നു. അവിടെ പോയി ബാല്യക്കാരൻ പറയാം, മഴയില്ല, മുഴക്കവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ വേണം നമുക്ക് പറയാം. കടലിൽ ചെന്ന് അവൻ നോക്കിയിട്ട് പറയുകയാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, വചനം പറഞ്ഞിട്ട് ബ്രദറെ എനിക്കൊന്നും കാണാൻ പറ്റുന്ന പറയാം, എനിക്ക് ഭയങ്കര സങ്കടം മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് അവൻ വന്ന് പറയുന്നത്. പിന്നെ അടുത്ത വാക്യത്തിൽ പറയുന്നു, പിന്നെ അവൻ 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. ഏലിയാവിനെ സംശയിക്കാറുണ്ട്, എന്റെ കർത്താവെ ആവേശത്തിൽ കിടന്ന് പറയുകയും ചെയ്ത് മഴ പെയ്യുന്നൊക്കെ. ഏലിയാവ് ചിന്തിച്ച ദൈവമേ, ആവേശം പറയുകയും ചെയ്ത് അത്ഭുതം കാണുമെന്ന്. പക്ഷെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ കഴിയുന്നില്ല, ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഏലിയാവിന് നിരാശയില്ല. അതിന്റെ കാരണം ഏലിയാവ്, ബൈബിൾ പറയുന്നു, അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവൻ തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ വെറുതെ വചനം പറഞ്ഞ് നടക്കാതെ കൂട്ടായ്മയിൽ ബലപ്പെടണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്കിപ്പോ ഉദാഹരണം പറയാം. ഞാൻ ഒരു വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, യഹോവ ഈര, ദൈവം കരുതുമെന്നാണ് എൻ്റെ അർത്ഥം. യഹോവ ഈര, ദൈവം കരുതിക്കോളും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചുമ്മാ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അത് നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്തോട്ട്, മൈൻഡിലേക്ക് നിങ്ങൾ അത് സ്റ്റോർ ചെയ്യണം. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും. അപ്പൊ നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും. ശരീരം അതിനോട്, ഞാൻ എന്നാൽ ഒരു വാക്കൊരു ഉദാഹരണം പറഞ്ഞത്, നമുക്ക് വേണമെങ്കിൽ ഹിന്ദി അറിയാത്തവരാൾക്ക് ഹിന്ദി പാട്ട് പാടാം, എളുപ്പമാണ്. അറബി അറിയാത്തവരാൾക്ക് അറബി പാട്ട് പാടാം, ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് ഇംഗ്ലീഷ് പാട്ട് പാടാം. എന്ത് ചെയ്താൽ മതി? ഒരു 100 പ്രാവശ്യം അത് റെക്കോർഡ് ചെയ്ത് കേട്ടാൽ മതി. അർത്ഥം അറിയണമെന്ന് ഒരു നിർബന്ധമുണ്ട്? ഇല്ല. അർത്ഥം അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു പാട്ട് പഠിക്കാൻ നമുക്ക് അർത്ഥം അറിയേണ്ട കാര്യമില്ല. ലോകത്തിൽ ഏത് ലാംഗ്വേജും എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം, പാട്ട് പഠിക്കാം. പക്ഷെ ആ പാട്ടിന്റെ അർത്ഥം പഠിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഭാഷ പഠിക്കണം, ആ ഭാഷയുടെ അർത്ഥങ്ങൾ പഠിക്കണം, ഓരോ വാക്കിനും അതിന്റെ മീനിങ്ങുകൾ പഠിക്കണം. അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പാട്ട് പഠിക്കാനോ ഒരു കഥ പഠിക്കാനോ നമുക്ക് വളരെ 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 എളുപ്പമാണ്. ആമേൻ. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, നമ്മൾ ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നമ്മളൊന്നും കാണുന്നില്ല എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ പറയണം, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം നടന്നു കഴിഞ്ഞതാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ഞാൻ ഈ ഏറ്റുപറയുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ കർത്താവ് മുന്നമേ ചെയ്തു വെച്ചതാന്ന് പറ. പറഞ്ഞതെല്ലാം കർത്താവ് എന്റെ ജീവിതത്തിൽ നേരത്തെ ആമേൻ. അപ്പൊ നമ്മൾ ഏറ്റു പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, അത് കിട്ടാൻ വേണ്ടി പറയുവല്ല, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ബ്രദർ അത് തന്നെയല്ല കിട്ടാൻ വേണ്ടി പറഞ്ഞല്ല. വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ എന്താണോ സംഭവിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരിക. ഇപ്പൊ കിട്ടാൻ വേണ്ടി പറയുമ്പോൾ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, കിട്ടിയില്ലെങ്കിലോ ഒരു ചോദ്യം വരും.
കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കൊരു സംശയം വരത്തില്ല. ഇത് സംഭവം ഞാൻ പറയുന്നത് കിട്ടിയില്ലെങ്കിലോ? ഇവിടെ നടന്ന ഒരു കാര്യത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരികയാണ്. ഞാനിവിടെ കൊണ്ടുവരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് എപ്പോ വരും എന്നൊരു ചോദ്യം ഞാൻ പലപ്പോഴും പറഞ്ഞു. ബൈബിളിൽ നമുക്ക് ചോദിക്കാൻ പറ്റാത്ത 2-3 ചോദ്യങ്ങളാണ് എപ്പോഴും വരും, എങ്ങനെ എന്നുള്ളത്. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? മറക്കണം. ഇനി ചില സമയത്ത് പരിശുദ്ധാത്മാവ് പറയും ജനുവരി മാസം സംഭവിക്കും, ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് സംഭവിക്കുക എന്നൊക്കെ ദൈവാത്മാവ് എന്ത് ചെയ്യും? ഏറ്റു പറഞ്ഞു അങ്ങനെ നമ്മളെ കൊണ്ട് പറഞ്ഞെന്നിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും? എപ്പോൾ ഇതുപോലെയാണ്, വലിയ മുഴക്കമൊക്കെ കേട്ടു, മഴ പെയ്യുന്നത് കേട്ടു, പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. നോക്കാൻ പോയ വന്നിട്ട് പറയുകയാണ് ഒന്നും കാണുന്നില്ല. പക്ഷെ ഏലിയാവ് വിട്ടുകൊടുത്തില്ല. ഏലിയാവ് പറഞ്ഞു പോയി നോക്കണം. ഇതാണ് കൺഫസ് ചെയ്യുക. അതിനർത്ഥം മഴ ഓൾറെഡി ദൈവം പറഞ്ഞു വെച്ചതാ. ആ മേഘത്തിൽ മഴ ഇരിപ്പുണ്ട്. നീ ചെന്ന് നോക്കുക. നീ ചെന്ന് നോക്കുമ്പോൾ നിനക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷെ ഒന്നും കാണുന്നില്ല. നീ കാണുന്നത് വരെ നോക്കണം. മനസ്സിലാകുന്നുണ്ടോ? കാണുന്നത് വരെ നാം എന്ത് ചെയ്യണം? അത് കൺഫസ് ചെയ്യണം. കൺഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണോ സത്യം അതിനെ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കണം. ഈ ദിവസങ്ങളിൽ 2 ദിവസം പറഞ്ഞ് ബ്രദറെ ഞാൻ ഒന്നും കാണുന്നില്ല ബ്രദറെ, എനിക്കാണെങ്കിൽ സങ്കടവും വരുന്നു, എനിക്കാണെങ്കിൽ വിഷമവും വരുന്നു, ഞാൻ വീണ്ടും വരുന്നു. വിളിച്ചു വരുത്തുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുക, അടുപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മള്. അത് വരും നിശ്ചയം. മനസ്സിലായോ? അത് വരും നിശ്ചയം. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം. 2 ദിവസം പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു മടുത്തു പോകുമെന്നുള്ളൊരു കാര്യം ഓർത്തോണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് വരും നിശ്ചയം. പാതി വഴിയിൽ ഇട്ടേച്ച് പോകരുത് കേട്ടോ. ഏലിയാവിനെ വേണമെങ്കിൽ 2 പ്രാവശ്യം പറഞ്ഞു. 3-ാം പ്രാവശ്യം ഏകസി വന്നിട്ട് തന്റെ ബാല്യക്കാരൻ പറയുക, മഴയില്ല, മേഘവും ഇല്ല, ഇടിയില്ല, നമുക്ക് ഉള്ള സമയത്ത് എന്ത് ചെയ്യാം? വീട്ടിൽ പോയേക്കാം. എന്നാ ഏലിയാവ് പറയാം, എന്നാ ശരി നമുക്ക് വീട്ടിൽ പോയേക്കാം. ദൈവം അങ്ങനെ പലതും പറയും. ഏലിയാവ് പറഞ്ഞു ഇവിടുന്ന് ഞാൻ അനങ്ങണമെങ്കിൽ ശ്രദ്ധിച്ചോണം, ഇവിടുന്ന് ഞാൻ അനങ്ങണമെങ്കിൽ മഴ പെയ്യണം. നിങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്, ശ്രദ്ധിച്ചോണം. നമ്മൾ വിശ്വാസത്തിനകത്തൊരു വാശി കയറണം. 7-ാം പ്രാവശ്യമോ, ശ്രദ്ധിച്ചോണം, 7-ാം പ്രാവശ്യമോ ഇതാ കടലിൽ നിന്നും ഒരു മനുഷ്യന്റെ കൈ പോലെ ചെറിയൊരു മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം. നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘം കൊണ്ട് നിറഞ്ഞു. ക്ഷണത്തിൽ വൻമഴ പെയ്തു. ഇപ്പൊ മനസ്സിലായി? അത്രയും നേരം ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാര് ഇവിടെ വചനം പറയുന്നു വൻമഴ ചൊരിഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൻമഴ പെയ്തു. അപ്പൊ ഇതുവരെ ഒരു മേഘവും ഇല്ല. 7 വട്ടം നോക്കിയിട്ട് 6 വട്ടം നോക്കിയിട്ട് നിരാശയുടെ വാക്കുകളാ കേട്ടെങ്കിലും ഏലിയാവ് ആ കർമ്മേൽ പർവ്വതത്തിൽ മുഴങ്കാലിൽ നിന്ന് ചലിച്ചില്ല. എന്റെ ദൈവമേ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലോ എന്ന് പറഞ്ഞ് പിന്മാറിയില്ല. താൻ പറഞ്ഞു ഇവിടുന്ന് ഞാൻ മാറണമെങ്കിൽ മഴ പെയ്യണം. ശ്രദ്ധിച്ചോണം, അതിന്റെ അർത്ഥം വിളിച്ചു വരുത്തുകയാണ്. താൻ അതിനെ വിളിച്ചു വരുത്തുകയാണ്. ദൈവം മഴ പെയ്യുമെന്ന് പറഞ്ഞ മഴയെ ആകാശത്തിലേക്ക് താൻ കൊണ്ടുവന്നു. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ വിളിച്ചു പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ 1 വട്ടം പ്രാർത്ഥിച്ചു ബ്രദറെ കാണുന്നില്ല, 10 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു ബ്രദറെ കാണുന്നില്ല, 20 ദിവസം പ്രാർത്ഥിച്ചു ബ്രദറെ ഞാൻ കാണുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ കാണുന്നത് വരെ പറയണം ഇത് സത്യമാണ്, ഇത് സത്യമാണ്. ചിലർ പറയും 10 ദിവസം പറഞ്ഞിട്ട് വരും ബ്രദറെ എന്റെ പ്രാർത്ഥന പിശാച് തടഞ്ഞു. പഴയ നിയമത്തിലുണ്ടല്ലോ, പഴയ നിയമത്തിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ആ പിശാചിന്റെ തല തകർത്തെന്നാ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് ഉൽപ്പത്തി പറഞ്ഞു. പഴയ നിയമം വായിക്കുന്ന സമയത്ത് പ്രവാചകന്റെ പ്രാർത്ഥന ആകാശത്ത് വെച്ച് തടഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ആ തടഞ്ഞ പിശാചിനെ ക്രൂശിൽ യേശു തകർത്ത് കളഞ്ഞു. പിടികിട്ടിയോ? ആമേൻ. ഈ ദിവസങ്ങളിൽ ഒന്ന് വിളിച്ചു പറഞ്ഞോണം. ഈ ദിവസങ്ങളിൽ കൺഫസ് ചെയ്യണം. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ വിളിച്ചു പറയുന്നതെല്ലാം കാണുമെന്ന്? അവര് മാത്രം ആമേൻ പറഞ്ഞു. ആമേൻ. 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 അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് പ്രവേശിക്കണം. ഈ ദിവസങ്ങളുടെ ഉള്ളിലേക്ക് ഇത് പ്രവേശിക്കണം. എന്നോട് കർത്താവിന് പറഞ്ഞ 1996 സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നതായിട്ട് ദൈവാത്മാവ് എന്നെ കാണിക്കുക. അതാണ് ആരുമായിട്ടാണ് ബന്ധപ്പെട്ട് ചാടി പിടിച്ചോണം. 1996 സെപ്റ്റംബർ മാസത്തിൽ ആരാത്? ആ കുടുംബത്തിലുള്ള ആരാ? യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്ന ആ വ്യക്തിയെ തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം.
ബ്രദറെ ആരാത്? അതെന്റെ മകനാണ്. ഓ, എന്റെ യേശുവിന്റെ നാമത്തിൽ മകനാണ്. ഏറ്റെടുത്തു 1996 ഏറ്റെടുത്തോ. ഇന്ന് കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ. ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് ഞാൻ പറഞ്ഞത് ഇതൊരു സാധാ കൂട്ടായ്മയല്ല. ഇവിടെ പരിശുദ്ധാത്മാവുണ്ട്. ഇവിടെ നമ്മൾ കഥ പറയാനിരിക്കുകയല്ല, നമ്മൾ കാണാനിരിക്കുക. നമ്മൾ യേശു ക്രിസ്തുവിലുള്ള സകല കാര്യങ്ങളെ സാക്ഷികളായിക്കൊണ്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ ആരാധന, യേശുവെ ആരാധന, യേശുവെ ആരാധന. ഇന്ന് പരിശുദ്ധാത്മാവ് സ്പർശിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇന്ന് കുറച്ചു നേരം നമ്മൾ കൺഫസ് ചെയ്യാൻ വേണ്ടി പോവാ. കുറച്ചു നേരം നമ്മൾ ഏറ്റു പറയാൻ വേണ്ടി പോവാ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, കൺഫസ് ചെയ്യുക എന്ന വാക്ക്, കൺഫസ് ചെയ്യുക എന്നുള്ള വാക്ക് നടന്ന സംഭവത്തെ ഞാൻ എന്ത് ചെയ്യുകയാണ്? പറഞ്ഞ് കൊണ്ടുവരികയാണ്. ആ കോടതി മുറിയിലേക്ക് കൊണ്ടുവരിക. ആ സംഭവത്തെ, നടന്ന സംഭവത്തെ ജഡ്ജിയുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ നാവിലൂടെ ഞാൻ കൊണ്ടുവരിക. മനസ്സിലായോ? ഇതേപോലെ തന്നെ യേശു ക്രിസ്തുവിലൂടെ, ക്രൂശിലൂടെ ലഭിച്ച സകലത്തെയും ഞാൻ എൻ്റെ വാ കൊണ്ട് പറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. ഓ ഹല്ലേലൂയ. നന്ദി കർത്താവേ, എൻ്റെ യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച്. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സ്പർശിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ തൊടുക. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തേ, മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആരാധന യേശുവേ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കർത്താവിന്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ നടുവിൽ നടക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഒരു വീട്ടുപേര്, ഈ വേലിയിൽ അങ്ങനെ എന്തോ ഒരു പേര് വരുന്ന, മുഴുവൻ പേരല്ല എനിക്കറിയുന്നില്ല, വേലിയിൽ എന്ന് പറയുന്ന ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീട്ടുപേര് കർത്താവിന്റെ ഉള്ളിൽ തരിക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു ഭവനം ഞാൻ കാണുക. ഈ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഒരു ഭവനം ഞാൻ കാണുക. ആ ഭവനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ ഭവനത്തിന്റെ ഒരു വശത്തായിട്ട് നട ഇറങ്ങി ചെല്ലുന്നത് ഒരു പാടത്തേക്ക്, അതായത് വയലിലേക്കാണ്, ഒരു കണ്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അങ്ങനെ ഒരു സ്പീഡ് നട ഇറങ്ങി ചെല്ലുന്ന ഒരു കണ്ടത്തിലേക്കാണ്. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാഴ്ച കാണുന്നു. ആ ഭവനത്തിലുള്ള വ്യക്തികൾ വല്ലാതെ ഭാരപ്പെട്ട്, ഞാൻ ആ ഭവനം കാണുന്ന സമയത്ത് തന്നെ ആ ഭവനത്തിന്റെ കയറി ചെല്ലുന്നതിന്റെ വലതുവശത്തായിട്ട് വലിയൊരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ഒരു വെള്ളത്തിന്റെ ടാങ്ക് വെച്ചിട്ടൊരു വീടാണ് ഞാൻ കാണുന്നത്. വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി ഹൈറ്റിലാണ് അത് കയറ്റി വെച്ചിരിക്കുന്നത്. ആ ഭവനത്തെ ഇന്ന് കർത്താവ് തൊടുന്നു. ആ ഭവനത്തിന്റെ മേൽ വലിയൊരു സമാധാനത്തെ കർത്താവ് കൊണ്ടുവരുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതിനോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, മറ്റൊരു വ്യക്തിയെ, ഷാരോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ ദൈവം സ്പർശിക്കുകയാണ്. ഷാരോന്റെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഉണ്ടാകുക. എല്ലാവരും ഇന്ന് കൈവച്ചിട്ട് എന്നാ രോഗത്തോടൊന്ന് പറ. എത്ര പേര് ഇന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ രോഗം ഇന്ന് കണ്ടു നോക്കി. നമ്മൾ ഇന്ന് ഏലിയാവിനെ പോലെ നമുക്കാകാം. ഒരു തവണ പ്രാർത്ഥിച്ചു, ബ്രദറെ, ഞാൻ പറഞ്ഞില്ല, മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, മെഡിക്കൽ റിപ്പോർട്ട് അനുകൂലമായി പ്രിന്റ് കൈ കിട്ടുന്നോടം വരെ പറയണം. ബ്രദറെ, മെഡിക്കൽ റിപ്പോർട്ട് എന്തിനാ ബ്രദറെ ഞാൻ എടുക്കുന്നത്? എടുക്കണം. ആ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതേ റിപ്പോർട്ട് തന്നെ സാക്ഷ്യമായിട്ട് വരണം. യേശുവിന്റെ നാമത്തിൽ കൈയോടെ വെച്ച് രോഗമുള്ള ഭാഗത്ത് ഒരു കൈ വെച്ചിട്ടൊന്ന് കൺഫസ് ചെയ്യാൻ പോവാ. ശ്രദ്ധിച്ചോണം, കൺഫസ് ചെയ്യാൻ പോവാ. നടന്ന സംഭവത്തെ കൊണ്ടുവരാൻ പോവാ. നമ്മൾ വീണ്ടും അതിനെ കൊണ്ടുവരിക, നമ്മുടെ ശരീരത്തിലേക്ക് അത് കൊണ്ടുവരിക, ശരീരത്തിലേക്ക് അതിനെ വെളിപ്പെടുത്തുക. ഇതാണ് കൺഫഷൻ. കൺഫഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത മഴ ആകാശത്ത് കൊണ്ടുവന്നതുപോലെ, ഇല്ലാത്ത പെരുമഴ, ബൈബിൾ ഇങ്ങനെ പറയുന്നത് വൻമഴ ചൊരിഞ്ഞു എന്ന് പറഞ്ഞു, അല്ലാതെ ചെറിയൊരു ചാറ്റമഴ വന്നു പോയി. അപ്പൊ ഉടനെ എലിയാവ് പറഞ്ഞു മഴ പെയ്യുന്നു പറഞ്ഞ് സംഭവിച്ചല്ലോ, വൻമഴ പെയ്തു എന്ന് പറഞ്ഞേക്കാം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവിൽ വിശ്വസിക്കുന്ന നിറഞ്ഞു കവിയുന്ന രീതിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവേ, ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈ വെച്ചിട്ട് പറ, എൻ്റെ അത്ഭുത സാക്ഷ്യത്തിനായി ഞാൻ തയ്യാറാവുക. ഇപ്പോൾ തന്നെ ശരീരം ഒരുങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ച്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇന്ന് അനേകരെ സ്പർശിച്ചുകൊണ്ടിരിക്കുക. 1986 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. ആ വ്യക്തിയുടെ കാലിന്റെ മേൽ വലിയൊരു സൗഖ്യത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് ഞാൻ കാണുക.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വ്യക്തി, ഇപ്പൊ ഞാൻ പറഞ്ഞ വ്യക്തിയുടെ ഡേറ്റും ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കർത്താവ് എന്ന് സ്പർശിക്കുക യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ അത്ഭുതകരം ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു മരണം നിമിത്തം ഭയപ്പാടുണ്ടായിട്ട് നാളുകളായിട്ട് വല്ലാത്തൊരു ഭയത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. ഏത് മരണ വീട്ടിൽ പോയാലും ഈ ഓർമ്മ വന്നിട്ട് അന്നത്തെ ദിവസം മുഴുവനും ഭയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ആ പിശാചിന്റെ നുകത്തെ ഒടിച്ചു കളയുന്നു. ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ അത്ഭുത വിടുതലിനെ കൽപ്പിക്കുന്നു. ഓരോ വ്യക്തികളുടെ മേൽ കൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. സാമ്പത്തിക നന്മ നിങ്ങളൊന്ന് വിളിച്ചു പറയണം. കർത്താവ്, എനിക്ക് വായ്പ വാങ്ങാനല്ല യേശു ദരിദ്രൻ. ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞു, യേശു ദരിദ്രൻ. കളിയാക്കട്ടെ. മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പേഴ്സിൽ നന്മ വരും, ലോട്ടറി അടിച്ചിട്ടല്ല. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കാണ്, ചിലർ നിൽക്കും, ബ്രദറെ കർത്താവ് അങ്ങനെ ചുമ്മാ തരുക, പിന്നെ ദൈവത്തിന്റെ മക്കൾക്കല്ല, പിന്നെ ദൈവം ആർക്ക് കൊടുക്കും? ദൈവം തരുന്നത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ബൈബിൾ ഒരു വാക്യം ചിലർ പറയും, ബ്രദറെ അധ്വാനിക്കാത്ത പൈസ അങ്ങനെ ദൈവം തരുമോ? പത്രോസ് ലീഗ അധ്വാനിച്ചിട്ടാണോ മീന്റെ വായിൽ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയുള്ള പൈസ ദൈവം വെച്ചത്? പത്രോസ് ലീഗ കൊണ്ടുവച്ച പൈസയാണ്. പണ്ടങ്ങാണ്ട് പത്രോസ് ലീഗ വെള്ളത്തിൽ ഇട്ട പൈസ മീൻ വിഴുങ്ങിയിട്ട് പിന്നെ കൊണ്ട് പത്രോസിന് കൊടുത്തതാണോ? അല്ല, ദൈവം ഒരുക്കി വെച്ചതാ. പ്രാർത്ഥിച്ചോണം. മിറക്കിൾ മണി, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. എനിക്ക് ശേഷിപ്പുണ്ടാകും. 12 കൊട്ട ശേഷിപ്പുണ്ടായതുപോലെ 5 അപ്പവും 2 മീനും എടുത്തതാ. പക്ഷെ ഇപ്പൊ 12 കൊട്ട 5000 പുരുഷന്മാര് പ്ലസ് സ്ത്രീകളും കുഞ്ഞുങ്ങളും കഴിച്ചതിന് ശേഷം ഒരു ശേഷിപ്പുണ്ടായെങ്കിൽ ഈ ദിവസങ്ങളിൽ നന്മ ചോർന്നു പോകുന്ന, വരുമാനം വരുന്നുണ്ട് അതേപോലെ ചോർന്നു പോകുന്ന ഭവനങ്ങൾ. വലിയ ശമ്പളം മേടിക്കും, പക്ഷെ ചോർന്നു പോയിക്കൊണ്ടിരിക്കും. ഒറ്റ പൈസ പോലും സേവിങ് ഇല്ല. പിന്നെയും ജീവിക്കണേ കടം മേടിക്കുക. അങ്ങനെയുള്ള അവസ്ഥകളെ ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. കർത്താവേ, ദാരിദ്ര്യത്തിന്റെ പിശാചുക്കളെ പുറത്താക്കുന്നു. നന്മയെ വിളിച്ചു വരുത്തുന്നു. ഉയർച്ചയെ വിളിച്ചു വരുത്തുന്നു. നന്മയെ വിളിച്ചു വരുത്തുന്നു. ജോലിയെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. ഞങ്ങൾ അതിനെ കിട്ട് തുറക്കുന്നത് പോലെ സ്പിരിച്വൽ തലങ്ങളെ തുറക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ സ്പർശനങ്ങൾ എന്ന് തൊടുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു രേഖ എന്ന് പറയുന്ന ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ഞാൻ കാണും. രേഖ എന്ന് പറയുന്ന ഒരു മകളെ ദൈവം സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം ഏറ്റെടുത്തേ. കൈവച്ചിട്ട് പറ, യേശുവിന്റെ മുറിവ് എന്റെ സൗഖ്യമാണെന്ന് പറ. യേശുവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നു. അങ്ങനെ തന്നെ വിട്ടുകൊടുക്കരുത്. കിടപ്പ് രോഗികൾ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രാജ്യത്തിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, അത് സ്വന്തം കൈയെടുത്തൊന്ന് വെച്ച്, ഇനി കൈയെടുത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞവർ കൈവെക്കാൻ, ഇനി അവരാരും വെക്കാനില്ലെങ്കിൽ വാ കൊണ്ട് വിളിച്ചു പറ, എന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി യേശു അടി കൊണ്ടെന്ന് പറ. കണ്ണടച്ചിട്ട് ബൈബിൾ പറഞ്ഞ അവന്റെ ശരീരം ഉഴവ് ചാല് പോലെ ആയി തീർന്നു. ഒരു ബ്ലേഡ് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വരഞ്ഞു മുറിയാൽ എങ്ങനെ നിങ്ങളുടെ ശരീരം ഇരിക്കുവോ, അതിനേക്കാൾ കഷ്ടമായിട്ട്, അതിനേക്കാൾ രൂക്ഷമായിട്ട്, മൃഗീയമായിട്ട് യേശുവിന്റെ ശരീരം മുറിവേറ്റത് നിങ്ങൾ സൗഖ്യമാകാൻ വേണ്ടി തന്നെയാണ്. ഒരു വട്ടം പറഞ്ഞ് 2 വട്ടം പറഞ്ഞ് കണ്ടില്ലെന്നല്ല. എന്റെ അത്ഭുതം എന്റെ അവകാശമാണ്. എന്റെ സൗഖ്യം എന്റെ അവകാശം, എന്റെ ഉയർച്ച എന്റെ അവകാശമാണ്, എന്റെ സമാധാനം എന്റെ അവകാശമാണ്. ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാ? യേശുവിന്റെ മക്കളാ, ദൈവത്തിന്റെ മക്കളാ, അവകാശികളാ. പിതാവേ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ തൊട്ടതിന് നന്ദി. ദൈവാത്മാവ് സ്പർശിക്കുന്നതിന് നന്ദി. ദൈവാത്മാവ് ഇടപെടുന്നതിന് നന്ദി. ഓരോ വ്യക്തികളെയും അങ്ങ് സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു. അപ്പൊ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നെ കർത്താവ് വീണ്ടും ഒരു ഡേറ്റ് ഓഫ് ബർത്തിലേക്ക് കർത്താവ് 1973 ജനിച്ച ഒരു വ്യക്തി, ഒക്ടോബർ 14 ഒരു ഡേറ്റാ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ വർഷവും ഈ ഡേറ്റും യേശുവിന്റെ നാമത്തിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സൂമിലോ യേശുവിനെ അതിൽ ഏറ്റെടുത്തു. ആ വ്യക്തിയെ ഡേറ്റ് നോക്കണം, അടയാളം നോക്കണം. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്ന കുടുംബത്തിന്റെ മേൽ വലിയൊരു ദൈവികമായ ആ കുടുംബവും ആ വ്യക്തി ഉണ്ടായിരുന്ന ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ കൺഫസ് ചെയ്യുക എന്നുള്ളത്, ഈ ദിവസങ്ങളിൽ മുഴുവനും കൺഫസ് എന്ന വാക്കാണ്. അതിന്റെ അർത്ഥങ്ങളെ പറ്റി ഈ ദിവസം ഒന്ന് പഠിച്ചിട്ട് എന്നോടൊന്ന് പറയുക. കൺഫസ് എന്ന വാക്കിന്റെ അർത്ഥങ്ങൾ ആഴമായിട്ടൊന്ന് പഠിക്കണം. ഇപ്പൊ പറയണ്ട, പിന്നീട് പറഞ്ഞാൽ മതി. കൺഫസ് ചെയ്യുക. അപ്പൊ എനിക്ക് മനസ്സിലായ ചില അർത്ഥങ്ങളാണ് കൺഫസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ കറക്റ്റ് ആണ്.
ഒരു കാര്യം കൺഫസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ കാണാൻ പോവാം. ഒരു ദിവസം പറഞ്ഞു, 2 ദിവസം പറഞ്ഞു, നിർത്തരുത്. മഴയുടെ മുഴക്കം നമ്മൾ കേട്ടു. ആ മുഴക്കമാണ് വചനം. ഈ മുഴക്കം കേട്ടവര് മഴ കാണുന്നത് വരെ പറഞ്ഞോണം. യേശുവിന്റെ നാമത്തിൽ അതെന്താണോ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞ് 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 പറഞ്ഞു കൊണ്ടുവന്നോണം. കർത്താവ് കൂടെയുണ്ട്. വേറെ ആരും കൂടെ പറയാനില്ലെങ്കിലും വേറെ എല്ലാവരും നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കിയാലും യേശു കൂടെയാണ്. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. പലപ്പോഴും ഞാൻ പറയുന്നത് എടുത്തു പറയുകയാണ്. പ്രാർത്ഥനാ വിഷയം നിങ്ങൾ വാട്സാപ്പിലേക്ക് അയക്കുക. ഞാൻ തുടക്കത്തിൽ യൂട്യൂബിലൊക്കെ കേൾക്കുന്നതോട് ഞാൻ പറഞ്ഞു, ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രയറിന്റെ ലിങ്ക് ഉണ്ട്, ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്, അതിൽ പ്രവേശിക്കാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും ദൈവിക ഇടപെടലുകളോ സാക്ഷ്യങ്ങളോ ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിലെ പറയാവുള്ളൂ, നീട്ടി പറയരുത്. ചുരുക്കം വാക്കുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞാട്ടെ. ബ്രദറെ എന്തോ ഇപ്പൊ അതിൽ തന്നെ ഷാരോന്റെ പേര് പറഞ്ഞത് എന്റെ മോനാണ്. ഏറ്റെടുത്തോ. ഇന്ന് അവന്റെ ഭാവിയെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വരാൻ പോവാ. അവനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. അവൻ മുഖാന്തരം കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പോവാ കേട്ടോ. ഓക്കെ ഓക്കെ. ഏറ്റെടുത്തോ. എന്റെ മോന്റെ പേരും ഷാരോൺ തന്നെയാണ് പാസ്റ്ററെ. ഏറ്റെടുത്തോ മക്കളുടെ ഏറ്റെടുത്തു. ആ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റെടുത്തു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ബ്രദറെ പറ. എന്തോ എന്റെ വീടിന് മുമ്പില് ഒരു പാടമാണ്. അതിന്റെ ഞങ്ങളുടെ വീടിന്റെ റൈറ്റ് സൈഡിൽ ഒരു 2 നില വീടും അതിന്റെ മുകളിൽ ഒരു ടാങ്കും ഉണ്ട്. അത് ആദ്യം പറഞ്ഞ എന്റെ വീടാണത്. സിസ്റ്ററുടെ വീടാ? എവിടെയാ സിസ്റ്ററുടെ സ്ഥലം? എവിടെയാ? അടിമാലി. അടിമാലി. ഏറ്റെടുത്തോ കേട്ടോ യേശുവിന്റെ നാമത്തിൽ. എനിക്ക് അറിയത്തില്ല, പക്ഷെ കർത്താവ് എന്നെ കാണിച്ചു തന്ന, ഞാൻ ആ വീട്ടിൽ വന്നിട്ട് ഒന്നുമില്ല, എനിക്കറിയാം, ഞാനത് ചോദിക്കുന്നില്ല. പക്ഷെ കർത്താവ് ഇന്ന് ആ സ്ഥലത്തെ കർത്താവ് കാണിച്ചു എന്നാണ്. ഏറ്റെടുത്തോണം. പരിശുദ്ധാത്മാവ് എന്ന കുടുംബത്തിന്റെ അകത്ത് ദൈവം തൊടാൻ വേണ്ടി പോവാണ്. വലിയൊരു വിശാലത ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. ഏറ്റെടുത്തോ കേട്ടോ. ഗോഡ് ബ്ലസ്. എന്തോ ബ്രദറെ, എന്റെ മോളുടെ പേരും ഷാരൻ എന്നാണ്. ഞാനും എന്റെ ഹസ്ബൻഡും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യണേന്ന്. അപ്പം ഏറ്റെടുത്തോ. ഷാരന്റെ പേര് പറഞ്ഞു. തീർച്ചയായിട്ടും ഏറ്റെടുത്തു. ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി പറഞ്ഞു. ഒരു സെക്കൻഡ്, ഒരാൾ പറയുമ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്താ. എന്റെ മോടെ പേര് ഷാരോൺ എന്നാ എന്റെ മോടെ പേര്. ഞാനിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്റെ മോളെ പരിശുദ്ധാത്മാവ് തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഷാരോൺ മോടെ പേര്. ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് കുടുംബത്തെ ഒക്കെയും വിടിപ്പിക്കാൻ ശക്തനാണ്. ദൈവം അവരുടെ സ്ഥിതികളെ മാറ്റാൻ ശക്തനാണ്. ഏറ്റെടുത്തോ കൊട്ടെ. ആലോചന എന്റെ തലമുറയെ കർത്താവ് എങ്ങ് സ്പർശിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് ഏറ്റെടുത്തോണം. കർത്താവ് ഇടപെടും കേട്ടോ. അകൽച്ചയുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ഞാൻ എന്നും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ബ്രദർ പറഞ്ഞു രോഗം പറയുമായിരുന്നു. വചനം പോലും വേദനയില്ല എനിക്ക്. ആമേ. സിസ്റ്റർ പറഞ്ഞത് ക്ലിയർ ആയില്ല. ആരാ പറഞ്ഞത്? ഒരു മിനിറ്റ്, ബാക്കി എല്ലാവരും മ്യൂട്ട്. ഇല്ല, ഇതിന്റെ അകത്ത് ആരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാരും മ്യൂട്ട് മറ്റുണ്ട്. എനിക്ക് പേര് കാണാൻ പറ്റുന്നത് വിവോ എന്നുള്ള ഫോണിന്റെ പേരാണോ? എന്റെ പേര് സൂസൻ. ഓക്കെ, ഇതിനകത്ത് ആരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു മിനിറ്റ്, ഞാൻ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ഇപ്പൊ സാക്ഷ്യം പറയാനുള്ള ആള് മാത്രം ഇപ്പം ഒന്ന് മ്യൂട്ട് മതി. എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ഇനി ആ സഹോദരി മാത്രം ഒന്ന് മ്യൂട്ട്. എന്റെ പേര് സൂസൻ. ഞാൻ ഇതിന്റെ അകത്ത് വിവോ എന്നുള്ള ഒരു ഫോണിന്റെ പേരാ കാണുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, സിസ്റ്ററാ കാണുന്നത്. ഓക്കെ, എന്താ പറ്റിയ സിസ്റ്റർക്ക്? എന്നാ സംഭവിച്ചത്? കുറച്ച് ദിവസം ആയതേ ഉള്ളൂ ഞാൻ വചനം കേൾക്കുന്നു. അപ്പൊ എനിക്ക് നട്ടലിന് അകൽച്ചയും തേയ്മാനമായിട്ട് ഞാൻ 10 ദിവസം റെസ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരേ കിടക്കുന്നതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ കയറി ഇങ്ങനെ പ്രസംഗം കേട്ടപ്പോ ബ്രദറിന്റെ കണ്ട് അദ്ദേഹം ദിവസവും കേൾക്കും, 10 ദിവസവും കേൾക്കുമായിരുന്നു. അങ്ങനായി ഞാൻ അങ്ങനെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. വചനം യേശുപ്പറ്റി അടിപ്പെടാൻ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, സാക്ഷാൽ എന്റെ വേദന ചുമന്നു, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പാസ്റ്റർ ഒന്ന് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞ് എനിക്കിപ്പോ ശകലം പോലും നട്ടലിന് വേദനയില്ല, ഒന്നുമില്ല. ഇപ്പൊ ഞാൻ അടുക്കളയിൽ കയറി ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യും. ഇപ്പൊ ഷാരോ എന്ന് പറഞ്ഞത് എന്റെ മോളാ. ഞാനത് ഏറ്റെടുക്കുന്നു. അത് ഏറ്റെടുത്തു. എത്ര നാളായിട്ട് എത്ര നാളായിട്ട് നട്ടലിന് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു? ഇപ്പൊ ഒരു കുറെ നാളുകളായിട്ട് നട്ടലിന് അകൽച്ച ഉണ്ടായിരുന്നു. അത് വക വെക്കാതെ ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നട്ടലിന് അകൽച്ച വന്ന് തേയ്മാനം വന്നിട്ട് നട്ടലിന് അവിടെ ബൾജിങ് ആയി. MRI എടുത്ത് ബൾജിങ് ആയി. റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിടുതലുണ്ട്. ഒത്തിരി ഇപ്പൊ വേദനയില്ല, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നൊക്കെ ഉണ്ട്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഈ തേയ്മാനമൊക്കെ നട്ടലിന് വന്ന അത് തിരിച്ചാകാം? ആർക്കെങ്കിലും അറിയാം? അതിനുള്ള തിരിച്ചു വല്ലതും റെഡി ആകുന്ന വല്ല കേസാണോ അത്? ആർക്കെങ്കിലും അറിയാവോ അത്? ഇപ്പൊ പറഞ്ഞ രോഗം ട്രീറ്റ്മെന്റ് കൊണ്ട് തേയ്മാനം വല്ലതും മാറുമോ? തേയ്മാനം സംഭവിച്ചത്? ഇല്ല.
ഇല്ല, അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗർഭത്തില്ല ഞാൻ സഹോദരി പറഞ്ഞ പോലെ നട്ടല് ബൾജി നിൽക്കുമായിരുന്നു. ഭയങ്കര പാടുകളാണ്. കണ്ടോണം, തേയ്മാനമാണ്, അത് ബൾജ് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ നിങ്ങളെല്ലാം കേട്ടല്ലോ, ബൾജ് ചെയ്ത് നിൽക്കുന്നു, തേയ്മാനമാണ്, ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ 10 ദിവസമായിട്ട് കിടപ്പുന്ന കിടത്തി തന്നെ കർത്താവിന്റെ വചനം കേട്ടിട്ട് പറയാൻ തുടങ്ങി, യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രാർത്ഥനയിൽ പങ്കുചേർന്നു, വചനം കേട്ടു, ബലപ്പെട്ടു. ഇന്ന് പ്രിയ സഹോദരി പറഞ്ഞതുപോലെ പെട്ടെന്ന് ഓടിച്ചിട്ടങ്ങ് പറഞ്ഞെന്നുള്ള വലിയ സാക്ഷ്യമാണ്. ഇപ്പൊ ഒരു വേദനയില്ല, ഒരു കുഴപ്പവുമില്ല, നന്നായിട്ട് ജോലി ചെയ്യുന്നു, നന്നായിട്ട് ഇപ്പൊ ജോലിക്ക് വന്നു. എന്റെ അർത്ഥം മനസ്സിലായോ? തേഞ്ഞു പോയാൽ പിന്നെ ഒരു മെഡിക്കൽ സയൻസിനും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒടിഞ്ഞതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് പിന്നെ അങ്ങ് പോകും. പക്ഷെ തേഞ്ഞു പോയി കഴിഞ്ഞാൽ തേഞ്ഞു പോയതാ. ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു അവയവം തേഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റീപ്ലേസ് ചെയ്യാൻ കഴിയത്തില്ല, പുനഃസ്ഥാപിക്കാൻ കഴിയും. അതിന്റെ അർത്ഥം മനസ്സിലായി? പുതിയത് അവിടെ ഉണ്ടായോണെന്നല്ല അതിന്റെ അർത്ഥം. ആണോ അല്ലേ? നിങ്ങൾ പറ. തേയ്മാനം ഉണ്ടായിരുന്ന അസ്ഥിക്ക് സൗഖ്യം, വേദന ഇല്ലെങ്കിൽ, തേയ്മാന നിമിത്തമാണ് ബൾജിങ്ങും ബുദ്ധിമുട്ടും ഉണ്ടായെങ്കിൽ, ഇപ്പൊ അവിടെ വേദന ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? തേഞ്ഞത് കൊണ്ട് ദൈവം നടത്തിക്കത്തില്ല. ആമേൻ. പുതിയത് സൃഷ്ടിക്കപ്പെടും. പുതിയത്, മനുഷ്യന്റെ കരത്തിലല്ല. ആമേൻ, പുതിയതാണ്. നമ്മൾ വിശ്വസിക്കണം. പുതിയ കണ്ണ് വരും, പുതിയ ചെവി വരും, പുതിയ അവയവം വരും. കേടായ കിഡ്നിയും വെച്ചുകൊണ്ട് കർത്താവ് ഇത് റിപ്പയർ ചെയ്യും. ദൈവത്തിന് റിപ്പയറിംഗ് പരിപാടി ഇല്ല. ഒരിക്കലും കർത്താവ് റിപ്പയർ ചെയ്യത്തില്ല. അവൻ പുതിയത്. ദൈവത്തിന് ഇത് സൃഷ്ടിക്കാൻ വലിയ പാടൊന്നുമില്ല. ദൈവത്തിന് ഒരു കിഡ്നി ഉണ്ടാക്കാനോ ഹാർട്ട് ഉണ്ടാക്കാനോ തേഞ്ഞൊരു അസ്ഥി ഉണ്ടാക്കാനോ ദൈവത്തിന് ഒരു പാടുമില്ല. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടോ? പറഞ്ഞു. ഒരു മിനിറ്റ് പറയുന്ന ആള് പറഞ്ഞു. പറഞ്ഞു തുടങ്ങി. രേഖ എന്ന് പറയുന്നത് എന്റെ സഹോദരൻ ഭാര്യന് 18 വർഷമായി. ആ മകള് എന്റെ സഹോദരനോട് പിണങ്ങി പോയിട്ട് 6 മാസമായി. കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് എന്റെ സഹോദരൻ കാത്തിരിക്കുന്നു വരുന്നത്. സിസ്റ്റർ, അത് പ്രാർത്ഥിക്കുന്ന വിഷയമായിരുന്നോ രേഖയ്ക്ക് വേണ്ടി? അതെ അതെ, അത് ഏറ്റെടുത്തു. രേഖയെ കർത്താവ് സ്പർശിക്കുന്നതാണ് ദൈവാത്മാ പറഞ്ഞത്. ധൈര്യമായിട്ട് ഏറ്റെടുത്തു. മകളെ കർത്താവ് തൊടും. വലിയൊരു മാറ്റം. പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം അത്ഭുതമാക്കി മാറ്റും. കേട്ടോ? ആമേൻ. ആമേൻ. കർത്താവ് പറഞ്ഞു. ഞാൻ പാടത്തിന്റെ നടുക്കൂടി വരുമ്പോ ഒരു വീടിന്റെ വലത് സൈഡിന് ഒരു ടാങ്ക് ഇരിക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ പാടത്തിന്റെ അവിടെ കൂടി കയറി വരുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ടാണ്. 5 സ്റ്റെപ്പ് പൊക്കത്തോട്ട് കയറി കഴിയുമ്പോൾ ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ തന്നെയാണ് ഒരു വലിയ ടാങ്ക് വെച്ചിരിക്കണ വെള്ളം പിടിക്കാനായിട്ട്. ഞാൻ വൈക്കത്തിൽ നിന്നാണ് ഞാനത് ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എടുത്തു. ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ, ഒരേ ആലോചന പലരുടെയും ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ, അതേ അവസ്ഥയിലൂടെ അതേ അടയാളത്തിലൂടെ നിങ്ങൾക്ക് ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. അയ്യോ ബ്രദറെ, അത് അയാൾക്ക് വേണ്ടി അല്ലല്ലോ, ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ ചാടി പിടിച്ചോണം. കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ചിലപ്പം ഒരാൾക്ക് വേണ്ടി ഇടപെടും, ഒന്നിലധികം വ്യക്തികൾക്ക് ഒരേ ആലോചന ഇടപെടും. ഇതിന്റെ റിസൾട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആലോചന ഏറ്റെടുത്ത് നമ്മൾ തുടക്കത്തിൽ ഞാനൊരു സാക്ഷ്യം ആദ്യം തന്നെ കേൾപ്പിച്ചത്. ആ സാക്ഷ്യം കേൾപ്പിക്കാൻ കാരണം ആ സഹോദരി ശ്രദ്ധിച്ചോ, ബ്രദറെ, ഞാൻ സൂമിൽ പങ്കെടുക്കുന്ന ആളല്ല, പുള്ളിക്കാരി US-ലായിരുന്നു ആ മീറ്റിംഗ് കേൾക്കുന്നത്. അപ്പം നമ്മുടെ ടൈം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. US-ൽ ഈ സമയത്ത് കേൾക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോലിക്കിടയിരുന്ന് കേൾക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഇനി വീടിന്റെ അകത്ത് എല്ലാവരും നിങ്ങൾക്കറിയാം ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് പ്രാർത്ഥനയ്ക്ക് കയറുന്നത്. നിങ്ങൾക്ക് എല്ലാം പ്രതിഫലമുണ്ട്. പക്ഷെ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഏറ്റെടുത്തു. ആലോചന കേട്ടപ്പം ഏറ്റെടുത്തു. അതുകൊണ്ട് ഈ ആലോചന വരുമ്പോൾ ചാടി പിടിച്ചോണം. എന്റെ കുടുംബത്തിൽ ഇന്നു മുതൽ ആ വലിയ അത്ഭുതം, അങ്ങനെ പറയണം, ഇന്നു മുതൽ കർത്താവ് ഞാൻ അത്ഭുതം കാണാൻ പോവാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എന്റെ പേര് സ്വപ്ന. ആദ്യം ബ്രദർ എന്നെ പേര് വിളിച്ചായിരുന്നു. എന്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങിയെന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇന്ന് കേട്ട വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു. കാരണം ഞാൻ വെറുതെ ഇങ്ങനെ വചനം പറയുകയായിരുന്നു. കാരണം എനിക്ക് അതിന്റെ ആഴം അറിയത്തില്ലായിരുന്നു. എന്നാൽ എങ്ങനെയാണ് വചനം പറയേണ്ടത്, എന്റെ ആഴത്തിലേക്ക് ഇറങ്ങണമെന്ന് കേട്ടപ്പോൾ വളരെ ഒരു സന്തോഷം. കാരണം ഇങ്ങനെ കേൾക്കുവാനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. ദൈവം വലിയൊരു പ്രവൃത്തി. കാരണം എനിക്ക് വചനം കേൾക്കണം വലിയ ആഗ്രഹം എന്റെ ഹൃദയത്തിലുണ്ട്. എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, വലിയ ദൈവ പ്രവർത്തിക്കണം, ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കണം. അതൊക്കെയാണ് എന്റെ ആഗ്രഹം. ഹൃദയം പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമ്മളത് പറഞ്ഞ പോലെ തന്നെ ദൈവാത്മാവ് ഇടപെട്ടതാണ്. ഞാൻ നമ്മുടെ ഈ കൂട്ടായ്മ ഇത് പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്തേക്കുന്നുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവുണ്ട്, കർത്താവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട. നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഇതിൽ ഞാൻ പറഞ്ഞാൽ സൂമിൽ മാത്രമല്ല, ഇതിൽ എന്നെ യൂട്യൂബിലും ഒക്കെ കാണും. നിങ്ങളെല്ലാം ഒരു ഫാമിലി പോലെയാണ്. നമ്മളൊരു സന്ധ്യാപ്രാർത്ഥന പോലെയോ നമ്മളൊരു കൂട്ടായ്മ പോലെയോ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കിപ്പോൾ ഒരാലോചന കേട്ടില്ലെങ്കിലും വചനം വലിയൊരു ആലോചന. ഈ വചനം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആലോചന മൊത്തം. അപ്പോൾ വചനം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ആലോചനയുടെ ആവശ്യം നിങ്ങൾക്കില്ല. സിസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.
കർത്താവ് വളർത്തട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഈ സമയത്ത് ആർക്കെങ്കിലും രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യം പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു. സിദ്ധുവാണ്. ഉം, ഞാൻ വയനാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഉം. എന്റെ വീടിന്റെ തൊട്ട് മുന്നായിട്ട് ഒരു ടാങ്കും തൊട്ട് മുന്നേ ഒരു വയലുമാണ് ഉള്ളത്. ഞാൻ ഇത് പറഞ്ഞത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ബലവും നൽകട്ടെ യേശുവിനായി പറയുന്നുണ്ട്. ആമേൻ. തീർച്ചയായിട്ടും പത്ര ഏറ്റെടുത്തോണം. ഞാൻ പറഞ്ഞല്ലോ, ആലോചനകളെ ചാടി പിടിച്ച് അതിന് റിസൾട്ടുമായിട്ട് വന്നോണം. ഇപ്പം ആ സഹോദരി തുടക്കത്തിൽ സാക്ഷ്യം പറഞ്ഞ പോലെ ഒരാളല്ല, ഒത്തിരി പേർ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നിങ്ങളെ പോലെയല്ല. ഞാനൊരു ആലോചന പറഞ്ഞാൽ അടുത്തിരിക്കുന്ന വ്യക്തി ഏറ്റെടുക്കോ ഇല്ല എന്നുള്ളതല്ല, ഞാനത് ചാടി പിടിക്കും. അപ്പൊ തന്നെ ആമേൻ പറഞ്ഞ് ഞാനത് പിടിക്കും. കാരണം അവൻ അത് എടുക്കോ എടുക്കാതിരിക്കോ എന്റെ വിഷയമല്ല, എനിക്കത് ആവശ്യമാണ്. ഒരു വാക്ക് ഒരു ദേവദാസന്റെ വായിന്ന് ഒരു വാക്ക് റിലീസായാൽ അത് ആര് പിടിച്ചെടുക്കുന്നു അവരുടെ മേലേക്ക് അത് വന്നിരിക്കും. ആമേൻ. അങ്ങനെയെങ്കിൽ ഏറ്റെടുത്തോട്ടെ, കർത്താവ് അത് പ്രവർത്തിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യം പറയാനുണ്ടോ? സൗഖ്യത്തിന്റെ സാക്ഷ്യം പറയാൻ എന്തോ ഹലോ ബ്രദർ. ഹലോ, എന്തോ പറഞ്ഞോ കേൾക്കുന്നുണ്ടോ ബ്രദറെ? പറഞ്ഞോ. അതെ, എന്റെ മോൾക്ക് കുറച്ച് മുന്നേ ഞങ്ങൾ പ്രയറിന് കയറുന്ന സമയത്ത് അവൾക്ക് ചെറിയൊരു ശ്വാസം മുട്ടൽ പോലെ ഇങ്ങനെ വന്നേ. ഉം. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് പേടിയും ഭയവും ഒക്കെ വരുന്നുണ്ട്, എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ പോണേന്ന് പറഞ്ഞ് തല കറക്കം പോലെയൊക്കെ വരുന്നു പറഞ്ഞു. കഴിഞ്ഞപ്പോ ഞാൻ അവളോട് വചനം പറഞ്ഞ് അവിടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവൾക്ക് നല്ലൊരു സൗഖ്യം കിട്ടി. ഇപ്പൊ നല്ല മനസ്സിന് സമാധാനമുണ്ട്, പേടിയും പോയെന്ന് പറഞ്ഞിട്ട് അവള് സന്തോഷത്തോടെ കൂടി ഇരിപ്പുണ്ട് എന്റെ അടുത്ത്. ആമേൻ. വലിയൊരു തീർച്ചയായിട്ടും അത് സാക്ഷ്യം വലിയ തന്നത്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് തൊട്ടത് നന്ദി. ഇപ്പൊ കേട്ടതുപോലെ തന്നെ ഭയപ്പെട്ടിരിക്കുമായിരുന്നു, ശ്വാസം മുട്ടലിന്റെ അവസ്ഥയായിരുന്നു. പക്ഷെ തല കൈവച്ചു യേശുവിന്റെ നാമത്തിൽ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഇൻസ്റ്റന്റ്ലി പിടിച്ചു കെട്ടിയതുപോലെ അത് നിന്നു, സൗഖ്യമായി. കർത്താവെ അങ്ങേക്ക് സ്തുതി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ബ്രദറെ, എന്തോ എന്റെ മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1986. എന്റെ മൂത്ത മോന്റെ വർഷം 1986 മാർച്ച് 7-നാണ് ജനിച്ചത്. ഡേറ്റ് പറഞ്ഞില്ല, വർഷം പറഞ്ഞു. ഡേറ്റും വർഷവും 1980. ഒരേപോലെ വരണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിവിടെ ഒരു ആലോചന കേട്ടാൽ ശ്രദ്ധിച്ചോണം, നമ്മളത് അടയാളം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ആലോചന വരുമ്പോൾ അതിനകത്ത് ഡേറ്റും പേരും വ്യക്തികളുടെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ആ പേഴ്സണൽ ആയിട്ടുള്ളതാണ്. ഇപ്പൊ ചില വിഷയം പറയുക, ചിലപ്പോൾ ഒരു പേര് വെളിപ്പെട്ട് ഇന്നയാളാണ്, അപ്പൊ ആ പേരിന്റെ കാര്യം ഡെലിവറി. ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഡേറ്റ്, മാസം, നമ്പര് ഇങ്ങനെയുള്ളതൊക്കെ വരും. ഇപ്പൊ നാളെ നമ്മൾ പറഞ്ഞ പോലെ പാസ്പോർട്ട് നമ്പർ ദൈവാത്മ വെളിപ്പെടുത്തി, ചിലരുടെ പിൻ നമ്പറുകൾ ദൈവാത്മ വെളിപ്പെടുത്തി. അതൊക്കെ വ്യക്തിപരമാണ്. ഒരേ പിൻ നമ്പർ ചിലപ്പോൾ ഒരിക്കലും വരത്തില്ല, ഒരേ പാസ്പോർട്ട് നമ്പർ ഒരിക്കലും വരത്തില്ല. എന്റെ ഓർമ്മയിൽ, എന്റെ ബുദ്ധിയിൽ എനിക്ക് അറിയത്തില്ല, ഒരേ പാസ്പോർട്ട് ഒരിക്കലും വരാൻ സാധ്യതയില്ല. അപ്പൊ അത് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ളത് കാര്യങ്ങൾ വരുമ്പം ഞാനിപ്പോ അതിന്റെ പറയുകയാണ്, എല്ലാവരും ഞാൻ പറയുകയാണ്, മൊത്തത്തിൽ പറയുകയാണ്. ഒരു ദൈവിക അടയാളം നിങ്ങൾക്ക് വരുമ്പോൾ അടയാളം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണേൽ ക്ലെയിം ചെയ്യാം, അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണമെങ്കിൽ, കർത്താവ് ഞാനത് ഏറ്റെടുക്കുന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ ഒരു ആലോചന റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അതിൻ്റെ അത് പ്രാർത്ഥിച്ചോണം, അത് ഏറ്റെടുക്കും. കർത്താവ് ഞാൻ എന്നാൽ അത് യേശുനാഥത്തിൽ എന്റെ മകന് വേണ്ടി എടുക്കുന്നു പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, അത്ഭുതമായി തീരും കേട്ടോ. ഹലോ ആമേൻ. ഹലോ പറഞ്ഞോ. ഹലോ, ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോ എനിക്ക് സുഖമില്ലായിരുന്നു, തലചുറ്റിലൊക്കെ ആയിരുന്നു. 11 മണിയായിട്ട് എനിക്ക് എണീക്കാൻ വയ്യ. അപ്പൊ ഞാനിങ്ങനെ നമ്മൾ കർത്താവ് എന്താ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് വയ്യല്ലോ. അപ്പൊ ആത്മാവിൽ ഇങ്ങനെ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ആ വചനം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ശേഷം ഞാൻ എണീച്ച് ഇത് എത്ര നേരം വരെയും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ഷീണമോ ഒരു തലചുറ്റലോ ഒന്നുമില്ല. ആമേൻ. ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. എനിക്ക് രാവിലെ എനിക്ക് വല്ലാത്തൊരു ക്ഷീണം എൻ്റെ ശരീരത്തിലുണ്ടായി. അപ്പം ഞാനത് അതിപ്പോൾ പറഞ്ഞപ്പോഴാണ് സൗകര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് വല്ലാത്തൊരു ക്ഷീണം ഉണ്ടായിട്ട്, അപ്പം ഞാൻ ഓർത്ത് കുറച്ചു നേരം കിടന്നേക്കാം, ഞാൻ സെറ്റിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് മയങ്ങിയേക്കാന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ കണ്ണിങ്ങനെ ഞാൻ അടയ്ക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കൺഫസ് പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ എൻ്റെ ക്ഷീണം മാറി. പക്ഷെ എനിക്ക് നല്ല ക്ഷീണമാണ്, എനിക്ക് ശരീരം അങ്ങോട്ട് തളർന്നു പോവുക, വീണ് പോകുന്നത് പോലെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ തീരുമാനിച്ചു, എന്നാൽ കുറച്ചേരം ഉറങ്ങിയേക്കാം, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒന്ന് ഉറങ്ങിയിട്ട് എനിക്ക് അതുപോലെ ക്ഷീണം. പക്ഷെ ഉറക്കത്തിലേക്ക് ഞാൻ പോകുമ്പോഴും ഞാൻ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു, കർത്താവ് എൻ്റെ ക്ഷീണത്തെ മാറ്റി, യേശുവിന്റെ മുറിവിൽ എൻ്റെ ക്ഷീണം മാറി, യേശുവിന്റെ മുറിവിൽ എൻ്റെ ക്ഷീണം മാറി. ഇത് പറഞ്ഞു ഉറങ്ങാനാ പ്ലാൻ ചെയ്തത്. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയത്തില്ല, ഒരു ബലം എൻ്റെ മേൽ വന്നു. ഉറങ്ങാനായിരുന്നു എൻ്റെ മൈൻഡ്, പക്ഷെ ഞാൻ നോക്കിയപ്പം ആ ക്ഷീണം എൻ്റെ ശരീരത്തിൽ ഇപ്പം ഇല്ല.
ഒരു ബലം എൻ്റെ ശരീരത്തിലേക്ക് നിറഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളാണ് പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം. നമ്മൾ തീരുമാനിക്കുക കിടന്നേക്കാം, കിടന്നു. പക്ഷെ നമ്മൾ തീരുമാനിക്കില്ല, കിടക്കത്തില്ല. അത് കൺഫസ് ചെയ്യണം. ആ ക്ഷീണത്തിൽ നിന്നും വേദനയിൽ നിന്നും രോഗത്തിൽ നിന്നും നാം പുറത്തു വന്നിരിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഞങ്ങളുടെ പറഞ്ഞോ. കൊച്ചുമോൾക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പനിയായിരുന്നു, 2 ദിവസമായിട്ട്. അപ്പൊ അതിന്റെ ചുമയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലെ പെട്ടെന്ന് അവളുടെ പ്രാർത്ഥിക്കാൻ, അവളുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ തിരുമുറിമുരാൻ അവൾക്ക് ചുമ മാറുമ്പോൾ രാത്രിയിലൊന്നും അവൾ ചുമക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ കർത്താവിൻ്റെ അടുത്ത് തീരുമാനം എടുത്തായിരുന്നു, കുഞ്ഞിന് സൗഖ്യം വന്ന് ഞാൻ സൂം മീറ്റിൽ സാക്ഷി പറയുന്നപ്പോൾ കുഞ്ഞിന് സൗഖ്യം വന്ന് ഞാൻ എൻ്റെ സാക്ഷ്യം എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പറയുന്നു. ഇനി അവൾക്ക് അസുഖം ഉണ്ടാകാതിരിക്കാനും ബ്രദറിന്റെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. മിക്കവാറും സ്കൂളിൽ പോകുമ്പോൾ പനി ഉണ്ടാകുന്നുണ്ട്. പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ സാക്ഷ്യം. നന്ദി കർത്താവെ, അങ്ങ് സ്പർശിച്ച കൃപയ്ക്ക് നന്ദി, അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി, തൊട്ടതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. പറഞ്ഞോ. ദിവസം പറഞ്ഞില്ലേ, വരുമാനം വന്നാൽ അത് തിരിച്ച് അതുപോലെ തന്നെ ചെലവായി പോകുന്നേ പറഞ്ഞില്ലേ. പിന്നെ അത് കഴിയുമ്പം വായ്പ മേടിക്കുന്നത്, അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന എന്റെ അനുഭവം അങ്ങനെയാണ്. ഹസ്ബൻഡിന് കിട്ടുന്ന പൈസ എല്ലാം അന്നേരം തന്നെ അങ്ങ് പോവാ, എങ്ങനെയോ ചെലവായി പോവാ. കാരണം വീട്ടുകാരെ നോക്കാനാന്ന് പറഞ്ഞ മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല ദിവസനെ. ഈ ദിവസങ്ങളിൽ ആ ഒരു അനുഭവത്തിലൂടെ ആരെല്ലാം കടന്നു പോകുന്നുണ്ടോ എല്ലാവരും എടുത്തോണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞോണം, എന്റെ നന്മ ഞാൻ അനുഭവിക്കും, ഒരു പൈസ പോലും ഇനി നഷ്ടപ്പെട്ടു പോകത്തില്ല. എല്ലാ പാഴ്ചെലവുകളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ, ആ വാതിൽ പാഴായി പോകുന്ന വഴികളെ ഞാൻ അടയ്ക്കുമെന്ന് പ്രാർത്ഥിച്ചോണം. എന്റെ വരുമാനം ഇരട്ടിക്കുമെന്ന് പറഞ്ഞോണം. നന്മ അപ്പൊ നിങ്ങൾ ഇരിക്കും, ബ്രദറെ എന്റെ കൂലിപ്പണിയിൽ നിന്ന് എന്നെ ഇരട്ടിക്കാനാ. പറഞ്ഞു നോക്ക് വർദ്ധിക്കുവാൻ. ഒരാളോടല്ല, എല്ലാവരും കൂടെ പറയുകയാണ്, വർദ്ധിക്കും. നമ്മൾ എന്ത് പറയുന്നു അത് സംഭവിക്കും. ആമേൻ. തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആവശ്യമുള്ളവരെല്ലാം ഏറ്റെടുത്തോണം. ഞാൻ പറഞ്ഞ ഒരു വാക്ക് വന്നാൽ അത് ചാടി പിടിച്ചോണം. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി? ആമേൻ. ഓക്കെ, ഇപ്പൊ സാക്ഷിയുള്ള ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഓക്കെ, അത് പോട്ടെ. നിങ്ങൾക്ക് സാക്ഷിയുള്ള ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ബ്രദറെ പറഞ്ഞില്ലായിരുന്നോ, മരിച്ച മരണം കണ്ട് ഭയപ്പെട്ട വ്യക്തിയെ കുറിച്ച്? എന്റെ മകൻ 2018 എന്റെ ഫാദർ മരിക്കണ കണ്ട് അങ്ങനെ ഭയപ്പെട്ട് ഒത്തിരി ഭാരപ്പെട്ടു. ഇപ്പോൾ അങ്ങനെ മരിച്ച വീട്ടിലൊന്നും പോകുന്നില്ല പുള്ളി. അവൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഞാൻ അത് ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും മോന്റെ അടുത്തുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അവന്റെ കൈ വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ അവന്റെ എല്ലാ ഭയത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയാം. എത്രയും പറഞ്ഞാൽ മതി, അവൻ ഫ്രീ ആയിക്കോളും കേട്ടോ. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും കർത്താവ് അവന്റെ നന്മ റിലീസ് ചെയ്യുന്നു. വഴി തുറന്നതിന് നന്ദി. ഈ കേട്ട ആലോചന അവന്റെ മേൽ കർത്താവ് ഞങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ബ്ലെസ്സിങ്ങും തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? കർത്താവ് എന്തോ? ബ്രദർ, ഇപ്പം ഇതുപോലെ മരണ വീട്ടിൽ പോകുന്ന ഭയത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, കുഞ്ഞിലെ തൊട്ടേ എനിക്ക് മരണ വീട്ടിൽ പോകാൻ ഭയമാണ്. ഈ നിമിഷം വരെ എനിക്ക്. കാരണം ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ചുള്ള ഓർമ്മയായിരിക്കും എന്റെ മനസ്സിൽ. എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ആ ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. സിസ്റ്റർ ഇപ്പൊ തന്നെ സിസ്റ്റർ കൈവച്ചോണം, കർത്താവ് എന്റെ മേലുള്ള സകല ഭയത്തെ എന്ന് കേട്ടതുപോലെ തന്നെ ഞാൻ എല്ലാ ഭയത്തെയും യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. അത്രയും പറഞ്ഞാൽ മതി കേട്ടോ. കർത്താവിന്റെ സമാധാനത്തിനും കർത്താവിന്റെ ധൈര്യത്തിനും നന്ദി എന്ന് പറഞ്ഞാൽ മതി. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യത്തിനായിട്ടുണ്ടോ? സാക്ഷിയുള്ളവരുണ്ടോ? ബ്രദറെ, എനിക്ക് നല്ല ചുമയായിരുന്നു, കടുത്ത ചുമയായിരുന്നു ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ശുശ്രൂഷയുടെ സമയത്ത് കഠിനമായ ചുമയും, അതുപോലെ വയറിനൊക്കെ ഭയങ്കര മസിൽ പേശികൾക്ക് വേദനയായിരുന്നു. ഇപ്പൊ കുറവുണ്ട്. തൊണ്ടയുടെ ചുമ വിട്ടു, പക്ഷെ പേശികൾക്ക് നല്ല വേദനയുണ്ട്. മസ്കുലർ ഡിസ്ട്രോഫി അസുഖമായതുകൊണ്ട് പേശികൾക്ക് നല്ല വേദനയാണ് ഇപ്പോൾ 10 ദിവസമായിട്ട്. ആ കൈ അവിടെ വെച്ചു. ഇപ്പൊ തന്നെ ഞങ്ങൾ യേശുവിനെ കൈ അവിടെ വെച്ചു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവ്, ഇനി ആ വേദന വേണ്ട. യേശുവിന്റെ മുറിവ്, യേശു അടി കൊണ്ടത്, യേശുവിന്റെ ശരീരം മുറിവേറ്റത് കർത്താവ് ഞങ്ങൾക്ക് ആരോഗ്യം വരാൻ വേണ്ടിയാണ്, രോഗം വരാൻ വേണ്ടിയല്ല, സൗഖ്യം വരാൻ വേണ്ടിയാണ്.
ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നതിന് മേലാൽ ആ വേദന ശരീരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാതെ വണ്ണം കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. മറ്റാരും എന്തോ ഒരു പ്രാർത്ഥനാ വിഷയം പറയാൻ വേണ്ടിയായിരുന്നു. സിസ്റ്റർ, പ്രാർത്ഥനാ വിഷയം വാട്സാപ്പിലേക്കാണ് സിസ്റ്റർ അയക്കേണ്ടത്. വാട്സാപ്പിൽ അയച്ചാലും നോക്കിയോന്നറിയത്തില്ല. നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സിസ്റ്റർ. ഈ ദിവസങ്ങളിൽ ഞാനത് മൊത്തം ക്ലിയർ ചെയ്തുകൊണ്ട് വരികയാണ് കേട്ടോ. ഇന്ന് കുറേ ആൾക്കാർക്ക് റിപ്ലൈ അയച്ചു വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നോക്കി വരുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് റിപ്ലൈ കിട്ടും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ വരും ദിവസങ്ങളിൽ നമ്മൾ കർത്താവിന്റെ കൃപയാൽ നിങ്ങളിലൂടെ കർത്താവിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ കൺഫസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ നന്മകളെ വിളിച്ചു വരുത്താൻ വേണ്ടി പോവാണ്. അപ്പം മറക്കരുത്, കൺഫഷൻ എന്ന വാക്ക്, കൺഫസ് ചെയ്യുക എന്നുള്ള വാക്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ബലം പിടിക്കാൻ വേണ്ടി പോവാണ്, ഏറ്റുപറയാൻ വേണ്ടി. ഈ ദിവസങ്ങളിൽ ഏറ്റുപറഞ്ഞോണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നമ്മളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി പോവാണ്. അത്ഭുതം നടക്കും. സ്വന്തം ശരീരത്തിൽ കൈവച്ചിട്ട് പറയണം, ഏത് രോഗമായിക്കോട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്കി, യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് കർത്താവിന്റെ തിരുമുറിവിൽ നമ്മൾ സൗഖ്യമാകാൻ, നമുക്ക് ആരോഗ്യം, സൗഖ്യത്തെക്കാൾ ഉപരി ആരോഗ്യമുള്ളൊരു ജീവിതത്തിന് വേണ്ടിയാണ്. ഇതിനു വേണ്ടിയാ യേശു മുറിവേറ്റത്. ഇത് നിങ്ങളുടെ ഉള്ളിൽ കയറണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വരും, നിശ്ചയമായി വരും. നിങ്ങൾ കർത്താവിന്റെ സാക്ഷിയാകും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ മേലേക്ക് അത് വരികയാണ്. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകുമെന്ന് പറയുന്നത് അത് സംഭവിക്കും. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ.